നൊന്തുപറ്റൊരു മാതാവ് റഹ്മത്ത് ബീബി കേട്ടു തന്റെ മക്കൾ മരിച്ചുവെന്ന്. റഹ്മത്ത് ബീബി റോഡിന്റെ മേലേക്ക് ഒരൊറ്റ ഇരിപ്പാണ്. റബ്ബേ, വിവരം അറിഞ്ഞിട്ട് ഇരുവരെത്തി വേദന കൊണ്ട് പൊളയുന്ന കൽബുമായി റഹ്മത്ത് ബീബി കുത്തിയിരുന്ന് കരഞ്ഞുപോയി. സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ വിവരം അറിഞ്ഞിട്ട് ഇരുവരെത്തി വിതുമ്പി കരഞ്ഞവർ ഹൃദയം പൊട്ടി. വിധിയെ തരുന്നോനിൽ തവക്കൽ വെച്ച് വ്യഥയും വ്യസനങ്ങൾ അവർ സഹിച്ച് ഉടനെ ഒരു കാറ്റും മഴയോമെത്തി ഇടിമിന്നല് കണ്ട് കിടാങ്ങൾ ഞെട്ടി പൊട്ടി തകർന്നോരാ ഗൃഹത്തിൽ പെട്ട് കത്തി തെളിയുന്ന വിളക്കും കെട്ട്. ആ രണ്ട് മക്കളുടെ മരണം റഹ്മത്തിനെ വല്ലാണ്ട് തളർത്തി. റോഡിന്റെ മേലെ ചെരിഞ്ഞെരിഞ്ഞ് കരയുന്ന റഹ്മത്ത് ബീബിയുടെ അടുക്കലേക്ക് മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു വന്നു. തന്റെ പെണ്ണിന്റെ മുതുകത്ത് തട്ടി റഹ്മത്ത് മേലോട്ട് നോക്കിയിട്ട് അയ്യൂബ് നബിയോട് പറഞ്ഞു, നബിയെ, കൊണ്ടുപോകാമായിരുന്നില്ലേ നമുക്ക് അവരെ? വരുന്നില്ലെന്ന് പറഞ്ഞാലും കൊണ്ടുപോയിക്കൂടായിരുന്നോ നമുക്ക്? എന്റെ പ്രവാചകരെ അങ്ങോട്ട് കയറി പോകുമ്പോ ഉമ്മാന്ന് വിളിച്ചോടി വരാൻ ഇനി എനിക്ക് മക്കളില്ലല്ലോ. കലബില കൂടി തന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്ന എന്റെ പിഞ്ചു മക്കൾ, അവരിനി തിരിച്ചു പോകുമ്പോ എന്നെ കാത്തിരിക്കാൻ അവരിനി ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, എല്ലാം അല്ലാഹുവിന്റെ വിധിയാണ് പെണ്ണെ, അതിൽ ക്ഷമ അനിവാര്യമാണ്, എഴുന്നേൽക്കെന്ന് പറഞ്ഞ് തന്റെ ഭാര്യയെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ജനനിബിഡമായിരുന്നു ആ തെരുവ്. തന്റെ മക്കളുടെ മയ്യത്തിന്റെ മുന്നിൽ ജനിപ്പിച്ചു വിട്ട മാതാപിതാക്കൾ ദുഃഖം കൊണ്ട് കാർമേഘം സിദ്ധിച്ച് തന്റെ മനസ്സുമായി കാത്തിരുന്നു. നീണ്ട സമയങ്ങൾക്കൊടുവിൽ തന്റെ മക്കൾക്ക് ഖബർ കുടിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ നിർദ്ദേശം നൽകി. ഡമസ്കസിന്റെ പള്ളിക്കാട്ടിൽ ആ രണ്ട് മക്കൾക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത, ഖിയാമത്ത് നാളിന്റെ അവസാന ഘട്ടത്തിൽ മാത്രം തിരിച്ചു വരുന്ന വീടൊരുക്കി ഡമസ്കസുകാർ. ആ രണ്ട് മക്കളെയും ഖബറടക്കി കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകനോട് നാട്ടുകാർ ചോദിച്ചു, വീട് ശരിയാക്കണോ, കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണോ? കൊട്ടാരത്തിലേക്ക് ഒരു തിരിച്ചു പോക്കില്ല, എനിക്ക് വീട് ശരിയാക്കണമല്ലോ. നാട്ടുകാരൊക്കെ കൂടി അരമണിക്കൂർ കൊണ്ട് നബിയുടെ വീട് കുത്തിപ്പോക്കി ശരിയാക്കി. അത്രയുള്ള ആ വീട്, അത്രമാത്രമുള്ള വീടൊക്കെ ശരിയാക്കി. ആ ദുഃഖകുലമായ അന്തരീക്ഷത്തിൽ വീട്ടിന്റെ പുറത്തിരിക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അകത്തിരിക്കാണ് റഹ്മത്ത്. രണ്ടാളും മിണ്ടുന്നില്ല. മക്കൾ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഓടി ചാടി കളിച്ച മക്കൾ ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി എന്തായിരിക്കും ഒരു അവസ്ഥ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും നാഫിയായ ഇൽമും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മരിച്ചാൽ നമ്മളെ ഖബറിന്റെ മുന്നിൽ വന്നിട്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മി എന്ന് പറയുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മക്കളില്ലാത്തൊരു വല്ലാത്ത സങ്കടമാണ്. അള്ളാഹു മക്കളുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് സാലിയായ മക്കളെ കൊടുക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ അവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ മക്കളില്ലാതെ ദുആ ചെയ്യണേ പറഞ്ഞവരുണ്ട്. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നല്ലൊരു വേദിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കഥ പറയുന്ന വേദിയാണ്. റഹ്മത്തിന്റെ മലക്കൾ ഉണ്ടാകും. ഇവിടെയൊക്കെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ മക്കളില്ലാത്തവർക്ക് അള്ളാഹു ഖൈറായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളൊരു രസാണ്. സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരമാണ് മക്കൾ എന്ന് ഖുർആൻ. ആ അലങ്കാരത്തെ ആഖിറത്തിന്റെ അലങ്കാരമാക്കി മാറ്റാൻ ഒരു മാതാപിതാക്കൾക്ക് പറ്റിയാൽ അവിടെയാണ് മക്കൾ ഹൈറായ മക്കളാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കൾ അങ്ങനെയാണ്. മക്കളില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം മരിച്ചോ എന്നും വേണ്ട. സ്കൂൾ മാർച്ച് ലീവായിട്ട് ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് ഒറ്റ ദിവസം നമ്മളെ പോരയിൽ നമ്മളെ കുട്ടികളില്ലാണ്ടിരുന്നാൽ മതി. എന്താ കഥ? 10 ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന്റെ കർക്കത്ത് നമുക്ക് മനസ്സിലാവും. ഉറപ്പാ. മക്കളില്ലെങ്കിൽ ഒരു വല്ലാത്ത സംഭവമാണ്. മക്കൾ ഉണ്ടെങ്കിൽ ചില ഉമ്മാന്റെ വർത്താനം കണ്ടാൽ ചിരിയും വരും. ഈ സഹിക്കാൻ കഴിയാത്ത കുരുത്തക്കട അപ്പൊ ചില പിള്ളേർക്ക് റഹ്മാനായ റബ്ബേ, അപ്പൊ ചില പെണ്ണുങ്ങൾ പറയും, ഏത് സമയത്താടാ ഞാൻ നിന്നെ പെറ്റുപോയത്? പിള്ളേർ പറഞ്ഞില്ല 12 പറഞ്ഞു. അങ്ങനെ പണ്ടൊക്കെ മക്കളെ നമ്മൾക്ക് പേടിപ്പിക്കുക, മിണ്ടരുതടാ, ഞാനാ നിനക്ക് തിന്നാൻ തരുന്നു, അനങ്ങാണ്ട് തിന്നോളണം. പണ്ടേ ഉപ്പയെല്ലാം പറഞ്ഞു. അന്ന് നമ്മളൊന്നും മിണ്ടിയില്ല, കാരണം ഉപ്പയല്ലേ തിന്നാൻ തരുന്നത്, അത് ഇല്ലാണ്ടായിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഇപ്പോഴത്തെ മക്കൾ ഉപ്പാനോട് തിരിച്ചടിക്കുകയാണ്, ഹലോ കാക്ക മിണ്ടരുത്, ഞാനാ തിന്നാൻ തരുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? സ്കൂളിൽ നിന്ന് പിള്ളേർക്ക് 5 കിലോ അരി കിട്ടാൻ തുടങ്ങി.
ഇത് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് പറയും മുണ്ടരുതുപ്പ അരിത മീനും പച്ചക്കറി ഇങ്ങ വാങ്ങിക്കോ, അരി എൻ്റെ വക. ഇപ്പോഴാണ് കുട്ടികളെ വില മനസ്സിലായത് ഓരോരുത്തർക്ക്, അല്ലേ? ഒരു കുട്ടിന്റെ വില എത്രയാ? 5 കിലോ അരി. പണ്ട് ബസ് സ്റ്റാൻഡിൽ മൂത്രമൊഴിക്കാൻ ഒരുത്തം പോയിട്ട് മൂത്രമൊഴിച്ച് ഇറക്കിയിട്ട് പറഞ്ഞു, ഇപ്പോഴാ മൂത്രത്തിന്റെ വില മനസ്സിലായത്. എത്രയാ? 2 രൂപ. ടോക്കൺ. അപ്പൊ അതുപോലെ ഇപ്പോഴാ കുട്ടികളെ വില മനസ്സിലായത്. മക്കളില്ലെങ്കിൽ ഒരു വല്ലാത്ത സങ്കടം നമുക്ക്. മക്കളില്ലാത്ത വീട്ടിന്റെ മുറ്റത്ത് രണ്ടാളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇബിലീസ് വന്നത്. ഇബിലീസിന് തോന്നി ഇപ്പൊ ഒരു പിടുത്തം പിടിക്കാം. ടെൻഷൻ അടിച്ചിരിക്കുമ്പോ എന്താ നാവെന്ന് വരുവാന്ന് പറയാമെങ്കിൽ മെല്ലെ പോയി ഇബിലീസ് സലാം പറഞ്ഞു. അള്ളാഹു നബി തലയും താഴ്ത്തിയിരിക്കാം. എന്നിട്ട് ഇബിലീസിന്റെ ഒരു ചോദ്യം, അള്ളാഹുവിന്റെ പ്രവാചകരെ, ചെറുപ്പക്കാരന്റെ കോലത്തിലാണ് വന്നത്. മുമ്പ് വയസ്സനും വയസ്സൊക്കെ, ഇപ്പൊ ചെറുപ്പക്കാരനാണ്, മോഡലിലാണ് വന്നത്. അപ്പോ നോക്കണ്ട. അപ്പൊ ചെറുപ്പക്കാരന്റെ കോലത്തിൽ വന്നിട്ട് നബിയോട് സലാം പറഞ്ഞ് എടുത്ത് ചോദിച്ചു, നബിയെ, ശക്തമായ കാറ്റിലും മഴയിലും അങ്ങയുടെ വീട് തകർന്നുവല്ലേ, 2 മക്കളും മരിച്ചുപോയല്ലേ? അപ്പൊ നബി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുത്തഖീങ്ങളുടെ മുദ്രാവാക്യമാണതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. തഖ്വയുള്ള മനുഷ്യന്മാരെ മുദ്രാവാക്യം ഏതാണ്? നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലാഹുവിലേക്ക് സമർപ്പിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മുത്തഖീങ്ങൾക്ക് മാത്രമുള്ള ഒരു മുദ്രാവാക്യം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അത് പെട്ടെന്ന് പറയാൻ പറ്റും. അല്ലാഹുവിലേക്ക് സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാണ് പെട്ടെന്നത് മറുപടി പറയാ. ഒരുത്തൻ ഈമാനുണ്ടോന്ന് അവന് തന്നെ പരിശോധിക്കാമെന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സല്ലല്ലാഹു. എങ്ങനെയെന്നറിയാം, അതൊരു വല്ലാത്ത സംഭവം. റസൂൽ പറഞ്ഞു, ഒരാൾക്ക് അവന് തന്നെ ഈമാനുണ്ടോ എന്ന് പരിശോധിക്കാം. എങ്ങനെ? അവന്റെ മുന്നിൽ ഒരു നല്ല കാര്യം ഒരാൾ അവതരിപ്പിച്ചു, ഒരു നല്ല കാര്യം പറഞ്ഞു, അത് അപ്പടി അവൻ സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ ഈമാനുണ്ടെന്ന് അവന് തന്നെ ഉറപ്പിക്കാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന് പകരം വെക്കാൻ അണ്ടകടാകത്തിൽ മറ്റൊരു ഈമാനില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? റസൂലുള്ളാഹി മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഖുറൈശികൾ കളിയാക്കി, ഇങ്ങനെ സെക്കൻഡ് വെച്ചിട്ട് 7 ആകാശവും കടന്ന് തിരിച്ചു വന്നല്ലോ, 1000 കാതങ്ങൾക്കപ്പുറത്തുള്ള ബൈത്തുൽ മുഖദ്ദസ് താണ്ടിയിട്ട് വന്നല്ലോ. അബൂബക്കർ സിദ്ദീഖിനോട് പോയിട്ട് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ പറയുന്നുണ്ട് അബൂബക്കറെ, നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിച്ചു, ഞാനത് അംഗീകരിച്ചു, ഞാനത് വിശ്വസിച്ചു, ഞാനത് സംഭവം വിശ്വസിച്ചിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ്. റസൂലുള്ള പോലെ അബൂബക്കർ സിദ്ദീഖ് ആദ്യം പറഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. അതിന് മുമ്പ് വേറെ ആൾ പോയിട്ട് പറഞ്ഞത് റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ ആമൻതു, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു, സദഖ്തു, ഞാൻ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അതാണ് ഒരു നല്ല കാര്യം ഒരു മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് അവനത് അപ്പടി സ്വീകരിക്കുന്നെങ്കിൽ അവൻ ഈമാൻ ഉണ്ടെന്ന് അവന് തന്നെ കണക്ക് കൂട്ടാം എന്ന് പറഞ്ഞു. അപ്പൊ ചിന്തിച്ചോ നിങ്ങൾ? അങ്ങനെ അത് ചിന്തിച്ചിട്ട് ചെയ്യൂലാന്ന് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചിന്തിക്കാം, നമുക്ക് ഈമാനില്ല. ഇവിടെ ഇബ്ലീസ് പറയാ അയ്യൂബ് നബിയോട്, അയ്യൂബ് തിരിച്ചു പറഞ്ഞു ഇന്നല്ലാഹി. അപ്പൊ ഇബ്ലീസ് ഒരൊറ്റ ചിരി, ഒരേ ചിരി, മരിച്ച പോരേന്ന് വന്ന് ചിരിച്ചാല് നമ്മളെ പുരക്കാൻ സംഭവിച്ചെങ്കിൽ എന്താ? അടുത്ത ആംബുലൻസിൽ ഹംകിനെ കയറ്റൂലേ? അടിച്ചു കൊന്നിട്ട് അയ്യൂബ് നബിന്റെ വീട്ടിന് മുന്നിൽ ഈ ചങ്ങായി ചിരിച്ചപ്പോ നബി ചോദിച്ചു, നീ എന്തേ ചിരിക്കുന്നു? നീ എന്തിനാ ചിരിക്കുന്നത്? അപ്പൊ ഇബ്ലീസ് പറഞ്ഞ മറുപടി ആക്കണം. ഇബ്ലീസ് പറയാം, ഞാൻ എങ്ങനെ ചിരിക്കാണ്ടിരിക്ക? ശക്തമായ കാറ്റും മഴയും ഡമസ്കസിന്റെ മണ്ണിലടിച്ചു വീശിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനായ നിങ്ങളുടെ 2 മക്കളല്ലാതെ മറ്റൊരു മനുഷ്യ കുഞ്ഞും മരിച്ചില്ല, ഒരു ജീവിയും ചത്തില്ല. സ്വന്തം മക്കളുടെ റൂഹ് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റാത്ത നിങ്ങൾ പിന്നെന്താ അള്ളാന്റെ നബിയാ? അള്ളാന്റെ നബിയാണെങ്കിൽ നിങ്ങൾക്കത് പറ്റണ്ടേന്ന് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ നബിയാണെങ്കിൽ നിങ്ങൾക്കത് പറ്റണ്ടേ? സ്വന്തം മക്കളുടെ റൂഹ് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത പിന്നെ നിങ്ങൾ എന്താ അള്ളാന്റെ പ്രവാചകരാണ്? അപ്പോഴാണ് ഇരുന്ന ഇരിപ്പെന്ന് ചാടി എഴുന്നേറ്റ് അള്ളാന്റെ നബി പറഞ്ഞത്, അള്ളാഹുവിന്റെ വിധിയെ തടുക്കാൻ നിനക്ക് പറ്റോ? റബ്ബിന്റെ ഖളാഇനെ തടുക്കാൻ ലോകത്തൊരു ശക്തിക്കുമാവില്ല. എന്റെ മക്കളുടെ ജന്മം പടച്ചോന്റെ ഔദാര്യാണ്. ആ ഔദാര്യമായി എന്റെ മക്കളെ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അവനെ റൂഹ് പിടിക്കൽ അള്ളാഹുവിന്റെ അവകാശമാണ്. ആ അവകാശത്തിൽ കൈകടത്താൻ ലോകത്തൊരു പ്രവാചകനും സാധ്യമല്ലെന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോഴാ ഇബ്ലീസ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞത്, നബിയെ, നിങ്ങളെ കൽബിന്റെ അകത്തൊരു തഖ്വയുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു സൂക്ഷ്മത. ആ തഖ്വയുടെ ഭാണ്ഡത്തിന്റെ കെട്ട് ഞാൻ പൊട്ടിക്കും, ഇന്നല്ലെങ്കിൽ നാളെ.
എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് ഇറങ്ങി. ഇബ്ലീസിനൊരു കഴിവുണ്ട്, നിഷേധിക്കാനാവാത്തൊരു കഴിവ്. എന്താ കഴിവ്? മനുഷ്യന്റെ ശരീരത്തിൽ ഇബ്ലീസിന് കയറാൻ പറ്റും. ഇബ്ലീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയ ആർക്ക്? ലഅനത്തുല്ലാ ഇബ്ലീസ് അലൈഹിസ്സലാം. അങ്ങനെ അല്ല, ചിലപ്പോൾ അതിന്റെ ടോണ് കേട്ടാൽ ക്ലിയർ അടിച്ചോളൂ. അങ്ങനെ ചിലയാളുണ്ട് ദ്വാരക്കൊന്നും വേണ്ട, ദ്വാരന്റെ ടോണ് കേട്ടാൽ ആമീനും. അങ്ങനെയുണ്ട്. ഉസ്താദ് ഇരിക്കുക, ഇമാമ് നിന്നിട്ട് എന്തോ തൊണ്ടക്ക് കൂടിയിട്ട് വരല്ല അപ്പൊ ബേക്കെന്ന് കൗമ പറഞ്ഞില്ലേ, അങ്ങനത്തെ കൗമ നമ്മൾ മാറി ചിന്തിക്കുകയും ചെയ്യില്ല. അതിന്റെ ടോൺ എങ്ങനെയാണ് അതിനടിച്ചത്. ഇവിടെ ഇബ്ലീസിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ കാണുക. ശൈത്താൻ കൂടലുണ്ട്, അത് വേറെ കഥ. ആ ശൈത്താൻ കൂടൽ വേറെ പരിപാടിയാ, അതുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അത് ചില പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ശൈത്താൻ കൂടുക, ആണുങ്ങൾക്ക് അങ്ങനെ കൂടില്ല. ശൈത്താൻ തന്നെ അറിയാം, ആണുങ്ങൾക്ക് ഇത് ഇങ്ങനെ ചിലവാകില്ല. അതിനടുത്ത് കുറെ പെണ്ണുങ്ങൾക്ക് കൂടും. ശൈത്താനിലെ കൂടിയ കാണ്ടൊക്കെ മുത്തുപ്പേട്ടയിലെ പോയി നോക്കണോ? എൻ്റെ റഹ്മാനായ റബ്ബേ, നല്ല രസമല്ലേടാ. 45 ദിവസം ഞാനാടുണ്ടേ, ശൈത്താൻ കൂടിയിട്ട് പോയല്ലേ വിചാരിക്കണ്ട. ഓലായി അറിയാനായിട്ട് കാത്തിക്കുന്നു. ശൈത്താൻ കൂടിയിട്ട് പോയതല്ല. എൻ്റെ ഉമ്മ അവിടെ പോയിട്ട് അവിടുന്ന് മുത്തുപ്പേട്ട മക്കാമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചു പോയത്. അല്ലാഹു എൻ്റെ ഉമ്മാനെ പോലെ ഒരുപാട് ഉമ്മമാർ കബറിലാണ്, അവരുടെയൊക്കെ കബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ അവിടെ പോയപ്പോൾ അവർ ഈ വെള്ളിയാഴ്ച തിങ്കളാഴ്ച അടുത്ത ശൈത്താന്റെ കോലം കാണാം. ആ ദാവൂദ് ഹക്കീം മുതഫദി ഖദ്ദസല്ലാഹു സിറഹുൽ മക്കാമിന്റെ മുന്നിൽ വന്നിട്ട് ഓരോ ശൈത്താനടക്കം കണ്ടാ ചേരും. ഒരു തമിഴ് ശൈത്താൻ ഉണ്ടായിരുന്നു, അണ്ണാച്ചി ശൈത്താൻ. ഓളൊരു പാട്ട് പാടലുണ്ട്, ചെറിയ പെണ്ണാവും. അതെന്താ ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പാട്ടെനിക്ക് നല്ലോണം അറിയാം. എന്താ അസ്സലാമു അലൈ, ശൈത്താന്റെ പാട്ടാണ്. എന്താ അർത്ഥം എനിക്ക് ഇന്നവരെ തിരിഞ്ഞിട്ടില്ല. അർത്ഥം തിരിയാണെങ്കിൽ പാടി. ബോയ്കുട്ടി വെയ്തര നാട്ടിലൊരു സംഭവം ഉണ്ടായി. ഒരു പെണ്ണുണ്ടായിന് പരീച്ചുമ്മ നടത്തും. പരീച്ചുമ്മ കുപ്പായി ഇത്രയിടും, ബാക്കി മിച്ച ഭൂമിയാണ്. അവനവൻ ആവശ്യമുള്ള എടുത്തിട്ട് ഒഴിവാക്കുന്നല്ലേ മിച്ച ഭൂമി. എയർപോർട്ടിൽ ഉണ്ടാക്കാം. അപ്പൊ ഈ പെണ്ണ് ഇത്രയുള്ള കുപ്പായിട്ടിട്ട് തലി തട്ടോടൊന്നുമില്ല. പരീച്ചുമ്മ എന്ന പെട്ട പേര്. കൊണ്ടോട്ടി അങ്ങാടിയിൽ അങ്ങനെ നടക്കും. മഹാകവി മർഹൂം മോയിൻകുട്ടി വെയ്തർ ബദർഗിസപ്പാട്ടിന് കാവ്യം, മലയാള കാവ്യരചന ഇത്ര മനോഹരമായി നിർമ്മിച്ചൊരു മനുഷ്യനില്ല. അല്ലാഹു അദ്ദേഹത്തിന് ഖബർ സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. ആ മനുഷ്യൻ അങ്ങാടിയിൽ പീടിയിൽ കുത്തിയിരിക്കുമ്പോൾ ഇവളിങ്ങനെ പോണ്. അപ്പൊ മൂപ്പരിങ്ങനെ നോക്കിയിട്ട് പാട്ട് പാടി, പരീച്ചുമ്മ നടക്കണ കണ്ടാൽ മേലെ കയറാൻ തോന്നും. അങ്ങ് പ്രാന്തളിയിലെ ഞാൻ മോയിൻകുട്ടി എന്നെ കാണുമ്പോൾ ചോദിച്ചല കാണിച്ചാ നമുക്ക് എന്റെ മേലെ കാണാൻ തോന്നും. ശരിയാക്കി തരണം. മോയിൻകുട്ടി പോയി കുപ്പായിട്ട് പാടിയാണ്. ഇവള് നേരെ പോയി ഇവളെ പോലെ പോയി ഭർത്താവ് ഒരു പാവം മനുഷ്യനാ കുത്തിയിരിക്കുന്നു. ഇയാളെ വിളിച്ചു ചെളിച്ചെന്തേ, ഞാൻ അങ്ങാടിയിലൂടെ വരുമ്പോ മോയിൻകുട്ടി എന്നെ ചീത്ത വിളിച്ചു. എന്ത് വിളിച്ച്? പരീക്ഷുമ്പോ നടക്കണ കണ്ട മേലെ കയറാൻ തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. അവിടെ 2 കൊടുത്തു പോയിട്ട് ഇയാൾ പറഞ്ഞു വേണ, ആ കൊടുക്കണോ? അല്ല, മോയിൻകുട്ടിയ സാധനം 4 എനിക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന 2 എന്നോട് പറയണ്ട, 2 കൊടുക്കുന്നത്. ഇയാൾ ഇറങ്ങി, കാരണം ഇയാൾ പോയിട്ട് ഇവളെടുത്ത് കിട്ടും 4 അതുകൊണ്ട് ഈ പാവ ഇറങ്ങി കൊണ്ടോട്ടി സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. കേസ് കൊടുത്ത് SI വിളിപ്പിച്ച് മോയിൻകുട്ടി വെയ്തർ ഈ ഭാര്യയും ഭർത്താവും 3 പിടിച്ച് നിർത്തി. മോയിൻകുട്ടി വെയ്തരോട് ചെല്ല, മോയിൻകുട്ടി നിങ്ങൾക്ക് ഈ പെണ്ണിനെ അറിയാം. എന്നാ ആരാ? പരീച്ചുമ്മ, എൻ്റെ ഒരു അയൽവാസിയാ. ഇവളെന്ന് അങ്ങാടിയിലൂടെ പോകുമ്പോൾ ആളെ കൂടെ നിങ്ങളെന്തോ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. സാർ ഞാൻ ഒന്നും വിളിച്ചിട്ടില്ലടി. ഇവളോട് വിളിച്ചില്ലാത്താ. പരീച്ചുമ്മ നടക്കണ കണ്ട മേലെ കയറാൻ തോന്നുന്നു. പാട്ട് പാടി ഞാൻ കുത്തിയിരുന്നിട്ട് ജനങ്ങളെല്ലാം ചിരിക്കും ചെയ്യുന്നതാണ്. അപ്പോൾ SI ചോദിച്ചു, മോയിൻകുട്ടി നിങ്ങൾ അങ്ങനെ പാടിയിട്ടില്ലേ? മോയിൻകുട്ടി പറഞ്ഞു, സാറേ ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷേ ഇവളെ കുറിച്ച് പാടിയതല്ല. ഞാൻ പരീച്ചുമ്മ നടക്കണ കണ്ട മേലെ കയറാൻ തോന്നുന്ന പറഞ്ഞു. അപ്പോൾ SI പറഞ്ഞു, അതല്ലേ പരീച്ചുമ്മ? ആ പരീച്ചുമ്മയല്ല, പരി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പര്യായ പദമാണ് കുതിര. കുതിരയുടെ വേറൊരു വാക്കാണ് പരി. ഇനി ഏതെങ്കിലും പരീക്കാനെ കണ്ടിട്ട് കുതിരക്കാനെ വിളിച്ചേക്കല്ലേ. പരി കുതിര, ചുമ്മ വെറുതെ, പരൻവിധി ചുമ്മ കണ്ടില്ലേ. അപ്പൊ പരി കുതിര ചുമ്മ വെറുതെ, നടക്കലെന്നെ കാണലെന്നെ. അപ്പൊ പരി ചുമ്മ നടക്കണ കണ്ടാൽ, കുതിര വെറുതെ നടക്കണ കണ്ടാൽ. ഒരു കുതിര ഇങ്ങനെ വെറുതെ നടക്കണ കണ്ടാൽ അതിന്റെ മേലെ കയറാൻ തോന്നുന്ന ഞാൻ പറഞ്ഞു. SI അർത്ഥം വെച്ച് പഠിച്ച് ഒരച്ചടിപ്പളെ കണ്ണുമൂടി കൊടുത്തു. ചവിട്ടാ ചങ്ങായിക്ക് കൊടുത്തു. ആ മാപ്പിള പോലത്തെ സാധനമില്ല എനിക്ക്. ഇറങ്ങിപ്പോടായിരുന്നു. അർത്ഥം പഠിക്കാൻ സ്റ്റേഷനിൽ കയറിയ പല്ലി ചൊല്ലുക. ചട്ടിന് ചവിട്ടി പുറത്താക്കിയിട്ട് SI മോയിൻകുട്ടിയോട് ചോദിച്ചു, അർത്ഥം അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഈ മൂപ്പര് പറഞ്ഞു, അർത്ഥമല്ല അങ്ങനെ തന്നെ, ഞാൻ പാടിയത് ഓളെ തന്നെയാണ്. അതാണ് മോയിൻകുട്ടി വെയ്തർ. അതൊരു സംഭവം. ആ ഒരു മനുഷ്യൻ ഇബ്ലീസിനുള്ള പ്രത്യേകത ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യന്റെ ശരീരത്തിൽ കയറാൻ പറ്റും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ കയറാൻ വേണ്ടി ഇബ്ലീസ് അള്ളാഹിനോട് ചോദ്യം ചോദിച്ചു എന്നാണ്. പടച്ചോനോട് പറഞ്ഞു, റബ്ബേ നിന്റെ അടിമയെ പരിശോധിക്കാനുള്ള പരീക്ഷണത്തിലാ ഞാൻ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിശോധിക്കാൻ അള്ളാഹുവിനോട് 3 ഘട്ടങ്ങളിലായിട്ട് ഇബ്ലീസ് ചോദിച്ചു എന്നാണ്. ആ 3 ഘട്ടങ്ങളും അള്ളാഹു ആദ്യം പറഞ്ഞു, സമ്പത്ത് നശിപ്പിച്ചു നോക്ക്.
എന്നിട്ട് എന്റെ അടിമയിൽ ക്ഷമയൊന്ന് പരിശോധിച്ചു നോക്ക്. സമ്പത്തെല്ലാം നശിപ്പിച്ച വീടൊക്കെ തകർന്ന് കൊട്ടാരൊക്കെ ഒഴിവാക്കി. അപ്പോഴും അല്ലാഹുവിന്റെ തഖ്വയിലാണ് മഹാനായ അയ്യൂബ് നബി. പിന്നെ പറഞ്ഞു കൊടുത്ത മക്കളെ ഒന്ന് കൊന്നു നോക്ക്, മക്കളെ ഒന്ന് അവസാനിപ്പിച്ചു നോക്ക്. സ്വന്തം മക്കൾ മരിച്ചു പോയാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന വിഷമുണ്ടാകും. അവിടെ നിന്ന് പരിശോധിക്കാം. അവിടെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിലവിട്ടില്ല. അപ്പോഴാണ് ഇബ്ലീസ് പറഞ്ഞത്, ഞാൻ ഒടുക്കത്തൊരു പണി നടത്താൻ പോവാണ്, പടച്ചോനെ സമ്മതിക്കണം. അല്ലാഹു പറഞ്ഞു ഇബ്ലീസിനോട്, നിനക്ക് നിന്റെ എല്ലാ കുതന്ത്രവും എന്റെ പ്രവാചകനിൽ ഒപ്പിച്ചു വെക്കാം, പക്ഷെ ആ മനസ്സളക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് നിന്റെ പണി നോക്കാം. എന്റെ അടിമ എന്നെ അംഗീകരിക്കുന്നുവെങ്കിൽ ആ മനസ്സിലേക്ക് കയറാൻ നിനക്ക് പറ്റൂല എന്നാ ഒന്ന് നോക്കാന്ന് പറഞ്ഞ് ഇബ്ലീസ് അങ്ങോട്ട് കയറിക്കൊടുത്തു ശരീരത്തില്. ഇബ്ലീസ് ചെയ്ത പണി എന്താണെന്നറിയോ? രക്തത്തിൽ കലർന്നു ഇബ്ലീസ്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. രക്തത്തിൽ കലർന്നിട്ട് മർമ്മങ്ങളിൽ രക്തം ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് അവിടെ വിഷത്തുള്ളികൾ ഉറ്റിച്ചു വെച്ചു എന്ന് ചരിത്രം. രക്തക്കുഴൽ വഴി ശൈത്താൻ കേറി വിഷവിത്തും പാകി, സത്യനബിയുടെ പുണ്യ ശരീരം പലയിടവും കീറി. രക്തക്കുഴൽ വഴി ശൈത്താൻ കേറി വിഷവിത്തും പാകി, സത്യനബിയുടെ പുണ്യ ശരീരം പലയിടവും കീറി. വേദനയോ കൂടി വന്നു, ചേതനയോ കുഴഞ്ഞിടുന്നു. വേദനയോ കൂടി വന്നു, ചേതനയോ കുഴഞ്ഞിടുന്നു. ചീഞ്ഞു നാറിയേ സബറോടെ തിരുനബി അന്ന് എല്ലാം നോക്കിയേ. സബറോടെ തിരുനബി അന്ന് എല്ലാം നോക്കിയേ. കൈവിരലോ കൊഴിഞ്ഞു പോയി, കൺകളിലോ കാഴ്ച പോയി. കൈവിരലോ കൊഴിഞ്ഞു പോയി, കൺകളിലോ കാഴ്ച പോയി. ആദി കൂടിയേ ഉടയുന്ന ദേഹം മുഴുവൻ പിടയും പുഴുക്കള്. ഉടയുന്ന ദേഹം മുഴുവൻ പിടയും പുഴുക്കള്. രക്തക്കുഴൽ വഴി ശൈത്താൻ കേറി വിഷവിത്തും പാകി, സത്യനബിയുടെ പുണ്യ ശരീരം പലയിടവും കീറി. ഒരു മനുഷ്യന്റെ രക്തം മോശമായാൽ, രക്തം ബ്ലോക്ക് ചെയ്യപ്പെട്ട് രക്തം മോശമായി കഴിഞ്ഞാൽ, രക്തം ബ്ലോക്ക് ഹാർട്ട് ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തം ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോഴാണല്ലോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അല്ലാഹു നമ്മെ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോ രക്തം മോശമാകുക എന്ന് പറഞ്ഞാൽ രക്തം സഞ്ചാരം ഇല്ലെങ്കിൽ രക്തം മോശമാകും. മാത്രമല്ല ഇബ്ലീസ് വിഷവും കൂടി ചേർത്ത് വെച്ചപ്പോൾ അല്ലാഹുവിന്റെ നബിയുടെ രക്തം ഉള്ളിൽ നിന്ന് പഴുക്കാൻ തുടങ്ങി. പഴുത്ത് ശരീരം കണ്ട് പൊട്ടാൻ തുടങ്ങി. പിന്നെ പൊരന്റെ പുറത്തിറങ്ങാണ്ട് നബി കിടപ്പിലായി. ചുരുക്കി പറഞ്ഞാൽ ദിവസങ്ങൾ കഴിയും തോറും രോഗം മൂർജിക്കാൻ തുടങ്ങി. ചരിത്രത്തിന്റെ മറ്റൊരു വശത്ത് കാണാം, റഹ്മത്ത് ബീവിക്ക് നബി ചില കല്യാണവും കൂടി കഴിച്ചിരുന്നു. ആ ഭാര്യമാര് പോലും ഒഴിവാക്കി പോകണം. ആദ്യം ബന്ധുക്കൾ വിവരമറിഞ്ഞു. ബന്ധുക്കളൊക്കെ ഒന്ന് വന്നു നോക്കും. നബിയുടെ രോഗം മൂർജിക്കാൻ ഒരു ചികിത്സയും നബി നടത്തുന്നില്ല. ഒരു ചികിത്സക്കും നബി മുതിരുന്നില്ല. നബിക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇബ്ലീസിന്റെ എല്ലാ കുതന്ത്രവും ക്ഷമയും സഹനവും കൊണ്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ച മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ആ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരം ചരിത്രം പറഞ്ഞ് പൊട്ടാൻ തുടങ്ങി. ശരീരം പഴുക്കുമ്പോൾ പൊട്ടുമല്ലോ. ഒരു മുള്ളെങ്കിൽ നമ്മളെ കാലിന് തറച്ചാൽ എന്തുകൊണ്ടാണ് അവിടെ പഴുക്കുന്നത്? അത് ശരീരത്തിന് ആവശ്യമില്ലാതാകുമ്പോൾ പുറന്തള്ളാൻ അള്ളാഹു നൽകുന്ന പ്രതിരോധ ശക്തി കാരണമാണ് അവിടെ പഴുത്ത് പുറത്തേക്ക് പോകുന്നത്. പ്രതിരോധ ശക്തി അള്ളാഹു നൽകി. ഒരു മനുഷ്യൻ ഇതിൻ്റെ മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് 22,000 രൂപ ചിലവാക്കി മൂത്രമെടുക്കാൻ അയാൾ പൊട്ടിക്കരഞ്ഞു കളഞ്ഞു ബെഡിൽ കിടന്നിട്ട്. 22,000 രൂപ ചിലവായതിന് എല്ലാവരും വിചാരിച്ചു പൈസ ഇല്ലായിട്ടാണ് കാര്യം. ചോദിച്ചപ്പോൾ പൈസ ഇല്ലായിട്ടൊന്നല്ല അയാൾ പറഞ്ഞത്. അയാളോ എനിക്ക് പൈസൻ്റെ എല്ലാ പ്രശ്നം, ഒരു മൂത്രമെടുക്കാൻ 22,000 രൂപ എനിക്ക് ചിലവാണ്. ഈ കാലഘട്ടത്തിൽ എത്രയും ഒരു നായ പൈസ കൊടുക്കാണ്. ഞാൻ മൂത്രം ഒഴിച്ചല്ലോ, അതിന് അള്ളാഹുവിനോട് ഞാൻ എത്ര നന്ദി പറയേണ്ടി വരുമെന്ന മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞു. അവിടെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സെത്തിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രതിരോധ ശക്തി അള്ളാഹു നൽകും. അതുകൊണ്ടാണ് ശരീരം പഴുക്കുന്നത്, പൊട്ടുന്നത്. അങ്ങനെ പൊട്ടി ചരിത്രത്തിൽ പറഞ്ഞു കൈവിരലും കാൽവിരലൊക്കെ മുറിഞ്ഞു വീഴാൻ തുടങ്ങി. പഴുത്തിട്ട് മുറിഞ്ഞു വീഴാൻ തുടങ്ങി. കണ്ണിന്റെ കാഴ്ച പോയി, ചെവി അല്പം കേൾക്കും. കണ്ണിന്റെ കാഴ്ചയില്ല. നാവും കൽബുമല്ലാത്ത സകല ഭാഗങ്ങളിലേക്കും പുഴുക്കൾ അരിച്ചിറങ്ങാൻ തുടങ്ങി. ആ സമയത്തൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ.
ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലും അല്ലാഹുവിന്റെ നബി. ആ ദിക്ർ ചൊല്ലുന്ന നാവിലേക്കും സ്വരൂപിച്ചു കൂട്ടുന്ന കൽബിലേക്കും ഇബ്ലീസിന് പ്രവേശനം കിട്ടി. ഈ ചരിത്രത്തെ വിശകലനം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, സദാ ദിക്ർ ചൊല്ലുന്നവന്റെ നാക്കിലേക്ക് ക്യാൻസർ പോലും പടർന്നു വരൂല എന്ന് മഹാപണ്ഡിതന്മാർ ലോകത്ത് പഠിപ്പിക്കണം. ഈ ദിക്ർ ചൊല്ലുന്ന നാവിലേക്ക് ഇബ്ലീസിന് പ്രവേശിക്കാൻ പറ്റിയില്ല. അങ്ങനെ ശരീരമാസകല പഴുത്തു. മാസങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ശയ്യാവലംബിയായി കിടന്നു. ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല. എല്ലാത്തിനും താങ്ങും തണലുമായി കൂടെ റഹ്മത്ത് ബീബി. ആ പെണ്ണ് മാത്രം. ബന്ധുക്കൾ പോലും വന്നില്ല. കുഷ്ഠരോഗമാണെന്ന് തെറ്റിദ്ധരിച്ചെല്ലാരും പോയി. മാസങ്ങളോളം ഈ മഹാവിപത്തിൽ കിടത്തി അല്ലാഹുവിന്റെ നബിയുടെ ശരീരത്തിൽ ഇബ്ലീസ് അങ്ങ് ഇറങ്ങി. നേരെ അങ്ങാടി പോയി. അങ്ങാടി പോയിട്ട് ഇബ്ലീസ് ഒരു ആണുങ്ങളുടെ കോലത്തിൽ പോയിട്ട് അങ്ങാടി പോയിട്ട് നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, നാട്ടുകാരെ, ഞാൻ കുറെ ദൂരെ നിന്ന് വരുന്നൊരു മനുഷ്യനാ, എനിക്ക് അല്ലാഹുവിന്റെ നബിനെ ഒന്ന് കാണണമെന്ന്, അയ്യൂബ് നബിയെ കാണണോ. അപ്പൊ ചർച്ച തുടങ്ങിയടാ, അല്ലാഹുവിന്റെ നബി ഇപ്പൊ അവിടെ പോയി, കുറെ മാസമല്ല കാണാത്തത്. ഇവരിങ്ങനെ ചർച്ച നടത്തി പറഞ്ഞാ അല്ലാഹുവിന്റെ നബിനെ കുറച്ചു കാലമായി കാണാത്തത്. അപ്പൊ ഇവരെ ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങളൊക്കെ വെട്ടികളാണ്, അയാൾ അല്ലാഹുവിന്റെ നബിയൊന്നുമല്ല. നാട്ടുകാർ കയ്യും കയറ്റിട്ട് പോയി പറയണത്. ഇസ്രായേലിൽ പോകാന്ന് സമയം വെച്ച് നിർമാറും. അടിക്കാൻ പോകുമ്പോ ഇബിലീസ് മനസ്സുകൊണ്ട് പറഞ്ഞു, അടിക്കാൻ തന്നെ കിട്ടൂല, എന്നാൽ ഞാൻ കുറച്ച് സമയത്ത് നിന്ന് തരാം. എന്നിട്ട് ഇബിലീസ് പറഞ്ഞു, എടോ നിങ്ങൾ പറയുന്ന നബിയൊന്നുമല്ല അയാള്. നാട്ടുകാർ പറഞ്ഞു, എന്താണ് വൃത്തിയോട് പറഞ്ഞ നബി നബിയല്ലെന്ന്. ആ നബിമാർക്ക് അല്ലാഹു ചില സിഫത്തുകൾ നൽകിയല്ലോ. ആ സിഫത്തിൽ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് മാരകമായ, ജനങ്ങൾ കണ്ടാൽ വെറുക്കുന്ന പകർച്ചവ്യാധികളായ രോഗങ്ങൾ അല്ലാഹുവിന്റെ നബിക്ക് വരാൻ പാടില്ല. അവരൊന്നും ശരിയാണ്. എന്നാൽ നിങ്ങൾ അല്ലാഹുവിന്റെ നബി എന്ന് പറഞ്ഞ മനുഷ്യൻ മാരക രോഗം പിടിച്ച് കിടക്കാണ്, പകർച്ചവ്യാധി. അപ്പോ ഇവർ പറഞ്ഞു, നീ തോന്നിയാസം പറയുന്നു, തെളിവുണ്ട് കാണിച്ചു തരാം. തെളിവുണ്ട് കാണിച്ചു തരാം. പണ്ടൊരു കള്ളൂടിയൻ ഉണ്ടായി. ഈ കള്ളൂടിന്റെ പണി എന്താന്ന് പറഞ്ഞാല്, ഓന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ ബൾബ് ഇടുക, ഓപ്പറേറ്റർ പണിയാണ്. പിന്നെ മൈക്ക് ശരിയാക്കൂ, ട്യൂബ് കെട്ടു, പിന്നെ നീയല്ല സംശയമല്ല. ഓന്റെ മെയിൻ പരിപാടി കള്ളുടിയാണ്. കള്ളു കുടിച്ചിട്ട് പുറേ പോയിട്ട് കെട്ടിയൊക്കെ ശരിക്കും തല്ലു കൊടുക്കും. ഫ്രീ ആണ് കേട്ടോ, അടിക്കുന്ന പൈസ ഇല്ല. ഒരു ദിവസം ചങ്ങായി കള്ളും കുടിച്ച് പുറേ പോയിട്ട് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് മൂത്രമൊഴിച്ച് തിരിച്ചു ഒറ്റ അടി പെണ്ണുങ്ങളെ കണ്ടിന്. പെണ്ണുങ്ങൾ ചെന്ത പൈസ കള്ളു കുടിച്ച് തല്ലുന്ന്. എടി, ഞാനിവിടെ ഇല്ലാത്ത സമയം ആരോ ഒരു പുതിയ ഇലക്ട്രീഷ്യനിടെ വന്നേ. ഇലക്ട്രീഷ്യനാ? ആ പറയടി, സത്യം പറയടി, എനിക്ക് ആരുമായിട്ടാ ബന്ധോ? പെണ്ണുങ്ങൾ കള്ളു കുടിച്ചിട്ട് തോന്നിയാസം പറയുന്നത് മക്കളാ മുന്നിൽ. അത് ശരി, എനിക്ക് തോന്നിയാസം ചെയ്യാൻ എനിക്ക് പറഞ്ഞുകൂടാ. പറയടി, ആരാടി വന്നത്? പെണ്ണുങ്ങൾ എന്ത് കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞത് തെളിവുണ്ടടി. ഞാൻ ആ ബാത്റൂമിൽ ഡോർ ഓർത്തിട്ട് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ അതിൻ്റെ അടുത്ത് ബൾബ് കത്തുന്നത്. എന്നിട്ട് മൂത്രമൊഴിച്ചിട്ട് ഡോർ അടക്കുമ്പോൾ ബൾബ് ഓഫ് ആകും. ആരാടി ഡോറ് തുറക്കുമ്പോൾ കത്തുകയും അടക്കുമ്പോൾ ഓഫ് ആവുകയും ചെയ്യുന്ന ബൾബ്? ഹിക്മത്തിന്റെ ബൾബ് ബാത്റൂമിൽ ഫിറ്റാക്കിയേ. പെണ്ണുങ്ങളൊന്നും ഏത് ബാത്റൂമിൽ കാണിച്ചു തരാം, തെളിവുണ്ട്. കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞ തുറക്കടി ബാത്റൂമിന്റെ പാലിൽ പെണ്ണുങ്ങളഞ്ഞ് കള്ളു കുടിച്ചാൽ കെട്ടിയോനാ നോക്കുക, ചവിട്ടി കുടൽ കയറി കളി. നിങ്ങൾ ഫ്രിഡ്ജ് പറഞ്ഞിട്ട് അതിൻ്റെ അകത്താ കാക്ക വെച്ച് കാച്ചിനല്ലേ. അപ്പൊ ഈ നമുക്ക് ഫ്രിഡ്ജിലാ മൂത്രം വെച്ചിന്. കള്ളു കുടിച്ചാൽ പിന്നെ എവിടെയാ ഒഴിച്ചുകൂടാത്? അതാ വാതിൽ ഓർക്കുമ്പോൾ ബൾബ് കത്തുന്നു. അതുപോലെ ഇബ്ലീസ് പറയുന്നത് തെളിവുണ്ട് കാണിച്ചു തരാം, തെളിവുണ്ട് കാണിച്ചു തരാൻ കൂട്ടിക്കൊണ്ട് പോയി. കൂട്ടിക്കൊണ്ട് പോയിട്ട് അല്ലാഹുവിന്റെ നബിയുടെ വീട്ടിന്റെ മുറ്റത്ത് നിർത്തി. ആ സമയത്ത് അകത്തെന്താ പണി? റഹ്മത്ത് ബീബി അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, ചികിത്സിക്കണ്ടേ? വേണ്ട പെണ്ണേ, ചികിത്സകൻ, ഏറ്റവും നല്ല ചികിത്സകൻ മേലെയുണ്ടല്ലോ. രോഗം തന്നവനെ ചികിത്സിക്കാനാവൂ. രോഗം തന്നവൻ വിചാരിച്ചാലേ രോഗം മാറൂ. അതുകൊണ്ട് അവൻ മാറ്റും. അതുവരെ ഞാനിത് സഹിക്കും. ക്ഷമ കൊണ്ട് ഞാൻ റബ്ബിന്റെ മാർഗത്തിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് ചികിത്സ വേണ്ട, അല്ലാഹ് മാറ്റിത്തരും. അപ്പൊ ഈ രോഗം പുഴുക്കൾ ഇങ്ങനെ കയറിയിട്ട് ശരീരം പഴുത്തിട്ട് നല്ല വേദന ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് റഹ്മത്ത് വെള്ളം തിളപ്പിച്ചു. വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിൽ ശീലമുക്കിയിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കാൻ. ശരീരത്തിൽ പുഴുക്കളൊന്ന് കരിയട്ടെ, പഴുപ്പൊന്ന് പോട്ടെ, വേദന കുറച്ച് ക്ഷമിക്കട്ടെ. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ പുറത്തുനിന്ന് ഒരു വിളി, നബിയേ. 2-3 വട്ടം വിളിച്ചപ്പോ അല്ലാഹുവിന്റെ നബി ചെവി കേൾക്കും, കണ്ണാണില്ല. നബി റഹ്മത്തിനോട് ചോദിച്ചു, റഹ്മത്ത് ആരോ പുറത്ത് വിളിക്കണ്ടല്ലോ. ആ ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങളൊന്നും പറയാത്തോണ്ടാ ഞാൻ നോക്കാത്തെ, ഒന്ന് നോക്കുന്ന. റഹ്മത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ കുറെ മനുഷ്യന്മാർ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ നബി ഒന്ന് പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, അവരാവശ്യം എന്താന്ന് ചോദിക്കുന്നു. റഹ്മത്ത് ഒരു മൂടുപടം എടുത്ത് പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ വന്നത്? അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഇബ്ലീസാണ്. മൂപ്പര് തുടങ്ങി, നബിയുണ്ടോ വീട്ടില്? നബിയുണ്ട്. അന്ന് പുറത്തിറങ്ങാൻ പറ, കാണാനാണ്. നബിക്ക് ഇറങ്ങാൻ പറ്റൂല. എന്തേ? സുഖമില്ല മൂപ്പർക്ക്. എന്താ രോഗം? പനിയാണോ? പനിയൊന്നുമല്ല, പിന്നെ നബിയുടെ ശരീരം കുറച്ച് പഴുത്ത് പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇബ്ലീസ് ആവേശത്തോടെ ചോദിച്ചു, ശരീരം മുഴുവനും പുഴുക്കൾ കയറിയിട്ടുണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്. കണ്ണിന്റെ കാഴ്ച പോയോ? കാഴ്ച പോയി. കൈവിരലും കാൽവിരലും മുറിഞ്ഞു വീണ്ടുണ്ടോ? ചിലതൊക്കെ മുറിഞ്ഞു വീണ്ടുണ്ട്. ഇബ്ലീസ് പറഞ്ഞതിന് കൃത്യമായ മറുപടി റഹ്മത്ത് പറഞ്ഞപ്പോ ഇബ്ലീസ് തിരിഞ്ഞ് നാട്ടുകാരോട് പറഞ്ഞു, കേട്ടില്ലടാ, ഞാൻ പറഞ്ഞതല്ല. നാട്ടാരെ അറിഞ്ഞിടണേ കൊട്ടാര വിശേഷങ്ങൾ. അയ്യൂബിൻ രോഗം ഇവിടം പകരും നിങ്ങൾക്കും പറയാം, പകരും നിങ്ങൾക്കും.
അവനൊരു നബിയല്ല, കേൾക്ക് തെളിവാണിവയല്ല. ദേഹം പൊട്ടിയൊലിക്കണ കുഷ്ഠം പകരും കെട്ടിയ പെണ്ണിനും കഷ്ടം, പ്രതിവിധിയില്ലെങ്കിൽ നിങ്ങൾക്കും നഷ്ടം. ദേഹം പൊട്ടിയൊലിക്കണ കുഷ്ഠം പകരും കെട്ടിയ പെണ്ണിനു കഷ്ടം, പ്രതിവിധിയില്ലെങ്കിൽ നിങ്ങൾക്കു നഷ്ടം. റഹ്മത്തോട് നാട്ടാരും ചെന്നങ്ങ് പറയുന്നു, അയ്യൂബ് നബിയാണെങ്കിൽ പ്രാർത്ഥന ചെയ്തൂടെ, അല്ല രോഗം മാറ്റില്ലേ. ബീബിയുമോതുന്നേ രോഗം പകരുകയില്ലെന്നേ. ന്യായങ്ങൾ കേൾക്കേണ്ട, ഈ നാട്ടിൽ നിൽക്കേണ്ട, അയ്യൂബും നീയും ഉടനെ പോണം ദൂരേക്ക്, പറയാം ഇവിടം കാണരുത്. തേങ്ങി ബീബിയുമേ നബിയെ താങ്ങിയെടുക്കുന്നേ. രോഗലക്ഷണങ്ങൾ ഭാര്യയുടെ നാവിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇബ്ലീസ് നാട്ടുകാരോട് പറഞ്ഞു, കേട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, കൂടെ കിടക്കുന്ന ഒരു പെണ്ണാണ് ഭർത്താവിന് രോഗം പറയണത്. ആ രോഗത്തിന്റെ ലക്ഷണം കേട്ടിട്ട് ഏത് രോഗമാ? അവര് പറഞ്ഞു രോഗത്തിന്റെ ലക്ഷണം കേട്ട് കുഷ്ഠരോഗമാണ്. ആണല്ലോ. കുഷ്ഠരോഗം നബിമാർക്ക് വരാൻ പറഞ്ഞോ? ഇല്ല. അപ്പൊ നിങ്ങൾ അയ്യൂബ് നബി എന്ന് പറഞ്ഞ മനുഷ്യൻ നബിയാണോ? അല്ല. ജനങ്ങളെ കൊണ്ട് എന്നായിട്ട് പറയിപ്പിച്ചു. അപ്പൊ ചിലയാൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ചിലയാൾ പറഞ്ഞു മുണ്ടെടുക്കടാ, അള്ളാഹുവിന്റെ നബി നബി തന്നെയാണ്, രോഗം വന്ന വേറെന്തോ കാരണത്താലാണ്. അപ്പൊ വേറെ ആൾ പറഞ്ഞു മുണ്ടെടുക്കടാ, അനങ്ങാണ്ട് ഈ രോഗം വന്നാ നബി നബി അല്ലടാ, അങ്ങനത്തെ ആർക്കും നബിമാർക്ക് രോഗം വരൂല. രണ്ടു കൂട്ടർ തർക്കം തുടങ്ങി. ഇബ്ലീസ് സെൻട്രലിൽ കയറി പറഞ്ഞു തർക്കിക്കാൻ പാടില്ല, തർക്കം ഇബ്ലീസിന്റെ മാർഗത്തിൽപ്പെട്ടതാണ്, നിങ്ങളെ കൽപ്പിന്റെ അകത്ത് ഇബ്ലീസ് കയറിയിട്ടുണ്ട്. ആര് പറയുന്നു? ഇബ്ലീസ്. ഇതെന്തൊരു സാധന, എന്നെ നോക്കി വെച്ചിട്ട് വിൽക്കാൻ കാണിച്ചു തരാതുണ്ട്. അതല്ല സംഭവ. ജനങ്ങൾ മേലോട്ട് നോക്കിയെടുത്തു. എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു നിങ്ങൾ തർക്കിക്കണ്ട, ഞാൻ കാര്യം പറയാം. ഈ മാരക രോഗം നാട്ടിൽ പകരുന്നതിന്റെ മുമ്പ് നാട് രക്ഷപ്പെടുത്തണം, അതിനൊരു മാർഗം നോക്കാൻ. എന്താന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു റഹ്മത്തോട് ഇബ്ലീസ് പറയാണ്, പെണ്ണെ നീ ചെറിയ മോളാ, സൗന്ദര്യത്തിനൊരു കുറവൊന്നും എനിക്കില്ല, ഉറപ്പാ. കുട്ടികൾ മരിച്ചുകൊണ്ട് ഒറ്റത്തടിയാവും ചെയ്തു. അതുകൊണ്ട് നീ വേറെ മംഗലം കഴിച്ച് ജീവിച്ചോ. നിന്റെ ജീവിതം നീ വെറുതെ ഇയാളുടെ കൂടെ ജീവിച്ച് തീർക്കണ്ട. നിന്റെ ഭർത്താവിന് റഹ്മത്ത് ചെന്തിന് ആ ഭർത്താവിന്റെ രോഗം ഈ നാട്ടിൽ പകരുന്നതിന്റെ മുമ്പ് കൊന്നു കുഴിച്ചിടാൻ. അപ്പൊ റഹ്മത്ത് ഞെട്ടിയിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിന് പകർച്ചവ്യാധിയല്ല. പകർച്ചവ്യാധിയാണെങ്കിൽ ആദ്യം പകരേണ്ടത് ആർക്കാ? കൂടെ കിടക്കുന്ന എനിക്കല്ലേ. 3-4 മാസമായി കൂടെ കിടക്കുന്ന എനിക്ക് ആ രോഗമില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പകരുക? ഇബ്ലീസ് പറഞ്ഞു ന്യായവാദങ്ങളൊന്നും എനിക്ക് കണ്ട, നീ ബേഗിന്റെ ഭർത്താവിനെ വെച്ച് സ്ഥലം വിട്ടോ, കൊല്ലു. അപ്പൊ റഹ്മത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എന്റെ ഭർത്താവ് ഈ നാട്ടിൽ നിന്നാൽ നിങ്ങൾക്ക് വിഷമമുള്ളൂ, രോഗം പകരാൻ പ്രശ്നമുള്ളൂ, ഞാൻ എന്റെ ഭർത്താവിനടുത്ത് നാട് വിട്ടോളാം. നാട് വിട്ടാൽ നിങ്ങൾക്ക് വിഷമമില്ലല്ലോ. അപ്പൊ ചില ആൾ പറഞ്ഞു ആ പെണ്ണ് പറഞ്ഞതിൽ കാര്യം ഉണ്ടോ, ഒരു മനുഷ്യനെ അങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റൂല. മോളൊരു കാര്യം ചെയ്യും, നേരം വെളുക്കുന്നതിന് മുമ്പ് നാട് വിട്ടോ, കാരണം ഇപ്പൊ കുറച്ചാളെ അറിയൂ. പിന്നെ നാളെ കുറെ ആൾക്കാരൊക്കെ വന്ന് അടിച്ചു കൊല്ലൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് നാട് വിട്ടോ. നാട്ടുകാർ സംഭവിച്ചപ്പോ ഇബ്ലീസ് നാട്ടുകാരോട് നിങ്ങൾ എന്ത് ഭർത്താന മനുഷ്യന്മാരെ പറയണത്, വേറെ നാട്ടിൽ ആ മനുഷ്യനെ കൊണ്ടുപോയ വേറെ നാട്ടുകാർക്ക് രോഗം പിടിക്കൂലേ? അപ്പൊ ഈ നാട്ടുകാർ പറഞ്ഞു വേറെ നാട്ടുകാർക്ക് രോഗം പിടിച്ചു, എനിക്കെന്താടാ വിരാന്താ, അത് അവര് പോയിക്കോളൂ, ഞാൻ കണ്ടു തോന്നുന്നു. ഇവരെ തർക്കത്തിനിടയിൽ റഹ്മത്തുമല്ല അകത്തേക്ക് കയറി. ഇബ്ലീസ് കണ്ടപ്പോ വിളിച്ചു, ദേ പെണ്ണേ പെണ്ണെ പെണ്ണേ ഇത് ഭ്രാന്തല്ലയോ, ഗുണമുള്ള വാക്കൊട്ടും കേൾക്കുകയില്ലെന്നോ. പെണ്ണെ പെണ്ണേ ഇത് ഭ്രാന്തല്ലയോ, ഗുണമുള്ള വാക്കൊട്ടും കേൾക്കുകയില്ലെന്നോ. അയ്യൂബിൻ മാറാവ്യാധിക്കിവിടെ മരുന്നില്ല, അറിയണം നിൻ പ്രിയ തോഴൻ സത്യനബിയല്ല. കേൾക്കു നീ ഓർക്കു നീ വാക്കിൻ പൊരുള്, കേൾക്കു നീ ഓർക്കു നീ വാക്കിൻ പൊരുള്. പെണ്ണെ പെണ്ണെ ഇത് ഭ്രാന്തല്ലയോ, ഗുണമുള്ള വാക്കൊട്ടും കേൾക്കുകയില്ലെന്നോ. നൽകേണം അവന് ദയാവധം, പുൽകേണം അവൻ കബറാവിധം. നൽകേണം അവന് ദയാവധം, പുൽകേണം അവൻ കബറാവിധം. ഇതു കേട്ട നേരം ബീബി ക്രോധത്താൽ ചൊല്ലി, ഖിദ്മത്ത് ചെയ്യും നബിയെ ഞാൻ എൻ മൗത്തോളം ഈ നാട്ടിൽ നിൽക്കില്ല,
നിങ്ങൾക്കത് പോരെ. ഈ നാട്ടിൽ നിൽക്കില്ല നിങ്ങൾക്കത് പോരെ. പെണ്ണെ പെണ്ണെ ഇതു ഭ്രാന്തല്ലയോ, ഗുണമുള്ള വാക്കൊട്ടും കേൾക്കുകയില്ലെന്നോ. പെണ്ണെ പെണ്ണെ ഇതു ഭ്രാന്തല്ലയോ, ഗുണമുള്ള വാക്കൊട്ടും കേൾക്കുകയില്ലെന്നോ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ അകത്തേക്ക് പോയി. ഇബ്ലീസും ജനങ്ങളും തൽക്കാലം പിരിഞ്ഞു പോയി. അകത്ത് പോയിട്ട് റഹ്മത്ത് ബീബി ഒരു പരാതിയും ഭർത്താവിനോട് പറഞ്ഞില്ല, ഒരു സംഭവം പറഞ്ഞില്ല. അവിടെ ഇരുന്നിട്ട് ഈ തുണിയെടുത്ത് ഇങ്ങനെ മുക്കിക്കൊടുത്ത് കുറെ കഴിഞ്ഞപ്പോൾ നബി ചോദിച്ചു, റഹ്മത്തെ നാട്ടുകാരെന്തിനാ വന്നേ? അപ്പൊ പറഞ്ഞു, നാട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. എന്നിട്ട് അവരെന്താ എന്റെ അടുത്ത് വരാതിരുന്നേ? അതിപ്പോ സൂലത്തല്ലേ, അവരെ വിഷമിച്ചിട്ടുണ്ടാവും, അവര് പോയി എന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. നാട് വിടാൻ പറഞ്ഞതോ ഭീഷണിപ്പെടുത്തിയതോ കൊല്ലൂന്ന് പറഞ്ഞതോ ഒന്നും പറഞ്ഞില്ല. കാരണം അത് പറഞ്ഞ ഭർത്താവിനെ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ട് ഭാര്യ ഒന്നും പറഞ്ഞില്ല. പക്ഷേ മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ റഹ്മത്തിന് ബേജാറ് തുടങ്ങി. കാരണം അള്ളാന്റെ നബി സമ്മതിക്കാണ്ട് ഈ നാട്ടിൽ നിന്ന് എടുത്തിട്ട് പോകാൻ പറ്റില്ല. നബിയോട് കാര്യം പറയും വേണം, എന്ത് ചെയ്യും? അവിടെയാണ് ബുദ്ധിയുള്ള മോള് റഹ്മത്ത് ബീബി മഗ്‌രിബിന്റെ സമയമായപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, അള്ളാന്റെ നബിയെ നോമ്പോർക്കണ്ടേന്ന് വെച്ചു. നിങ്ങൾ ചിന്തിച്ച്, കഠിനമായ മാരകമായ ഈ അവസ്ഥയിലും അള്ളാഹുവിന്റെ പ്രവാചകന് നോമ്പാണ്, ഭാര്യക്ക് നോമ്പാണ്. നബി പറഞ്ഞു, നോമ്പോർക്കണ്ട ടൈമായോ, സമയമായി, ഭക്ഷണമൊന്നുമില്ല, പ്രവാചകരെ കുറിച്ച് പച്ചവെള്ളം തരട്ടെ. അള്ളാന്റെ നബി കിടക്കാണ്. പിന്നെ ആരവിടെ ഭക്ഷണം കൊണ്ടുവരുന്നത്? ശുശ്രൂഷിക്കുന്ന റഹ്മത്ത് ബീബിയോ? ഒരു തരി അരിയില്ലാത്തൊരു വീട്. കുറച്ച് പച്ചവെള്ളം തരട്ടെ. നബി പറഞ്ഞു, അൽഹംദുലില്ലാ, അത് മതി. അങ്ങനെ പച്ചവെള്ളം കൊണ്ടുവന്നിട്ട് നബിക്ക് അല്പം കൊടുത്തു. നോമ്പ് തുറപ്പിച്ച് ബാക്കി റഹ്മത്തും കഴിച്ചിട്ട് നബിയോട് ചോദിക്കാണ്, അള്ളാന്റെ നബിയെ, പിന്നെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മൾ ഈ വീട്ടിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഒരു മടുപ്പ് വരിക. നമുക്ക് ഈ നാട് വിട്ട് വേറെ എവിടെങ്കിലും ഒന്ന് പോയാലോ? നിങ്ങൾ ചിന്തിച്ചേ, ഭാര്യ ഭർത്താവിനോടൊരു കാര്യം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് പോയാലോ? അള്ളാഹു നബി പറഞ്ഞു, എങ്ങോട്ട് പോകാൻ? ഈജിപ്തിൽ നിന്റെ നാട്ടിലോ? ഈ കോലത്തിൽ എന്നെയും കൊണ്ടങ്ങ് പോയാൽ അവിടുത്തെ കാര്യം പോക്കായിരിക്കും. അല്ല നബി, ഈജിപ്തിലും പോണ്ട, ഈ നാട്ടിൽ നിൽക്കേണ്ട, വേറെ ഏതെങ്കിലും നാട്ടിൽ പോയാലോ? നബി പറഞ്ഞു, എന്തിന്? ജനിച്ച നാടിനേക്കാൾ സുരക്ഷിതത്വം വേറെ എവിടെയാ കിട്ടുക? ജന്മനാടിനേക്കാൾ സുരക്ഷിതത്വം വേറെ എവിടെയാ കിട്ടുക? ഇന്ത്യ രാജ്യത്ത് ജനിച്ച നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന, കേരളത്തിന്റെ മണ്ണിൽ ജനിച്ച നമുക്ക് കേരളത്തിൽ കിട്ടുന്ന സുരക്ഷിതത്വം ലോകത്തിന്റെ ഏത് കോണിലാ കിട്ടുക കൂട്ടരെ? ഒരു നാട്ടിലും കിട്ടൂല. ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം ഈമാന്റെ ഭാഗമാണെന്ന് ശഫീഉർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാന്റെ ഭാഗമാണ് രാജ്യത്തെ സ്നേഹിക്കൽ. ഈ രാജ്യത്തെ സ്നേഹിക്കേണ്ടത് ജീവിച്ച അല്ലെങ്കിൽ ജനിച്ചു വീണ പെറ്റ് വീണ മണ്ണിൽ, ഈ മണ്ണിനോട് ഒട്ടിച്ചേർന്ന് കിടക്കേണ്ടവരാ നമ്മൾ. മറ്റൊരു മതത്തിനും അവകാശപ്പെടാനാവില്ല ഈ മണ്ണിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുമെന്ന്. നമുക്ക് അവകാശപ്പെടാം, നമ്മൾ ഈ മണ്ണിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുമെന്ന്. കാരണം നമ്മളെ മണ്ണിലേക്കാ കൊണ്ടുവെക്കുക. ക്രിസ്തീയ സമൂഹത്തെ പെട്ടിയിലാക്കിയാ കൊണ്ടുവെക്കുക, ഹിന്ദു സമൂഹത്തെ കത്തിച്ച് ചാമ്പലാക്കുക. അതുകൊണ്ട് നമുക്ക് അവകാശപ്പെടാം, ജനിച്ച മണ്ണിനോട് ഒട്ടിച്ചേർന്ന് കിടക്കും നമ്മൾ. ഖിയാമത്ത് നാളിന്റെ ഘട്ടം വരെ അള്ളാഹു ഈമാനോടെ കിടക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇവിടെ നിങ്ങൾ ചിന്തിച്ചോ, ഈ രാജ്യത്തെക്കാൾ ഏറ്റവും നല്ല മണ്ണേതാ ഉള്ളത്? അതുകൊണ്ട് ഇവിടെ കൂടാം. അഹ്മദ് പറഞ്ഞു, വേണ്ട നബിയെ, നമ്മളെ കൊണ്ട് ജനങ്ങൾക്ക് ചില വിഷമങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന്. അത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ നബി പറഞ്ഞു, നമ്മളെ കൊണ്ട് എന്ത് വിഷമ ജനങ്ങൾക്ക്? എന്തോ ഉണ്ട് നബി, നമുക്ക് പോകാന്നിട്ട് ഒറ്റ കരച്ചില. കരഞ്ഞപ്പോ നബി ചോദിച്ചു, റഹ്മത്ത് നീ കരയണ്ട, നേരം വെളുക്കുന്നതിന്റെ മുമ്പ് എന്നെ എടുത്ത് നാട് വിട്ടോളണം, ഇല്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് നാട്ടുകാരനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലേ. കണ്ണ് കാണലേ കുറവുള്ളൂ എനിക്ക്, ചെവി അല്പം കേൾക്കാലോ. അവരവിടുന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് എന്നോട് ചോദിക്കാതിരുന്നേന്നറിയോ? ഞാൻ വിഷമിക്കണ്ടെന്ന് കണക്കൂട്ടിയിട്ടല്ലേ നീ അത് പറയാതിരുന്നേ? അപ്പൊ അത് ചോദിച്ചാൽ നീ വിഷമിക്കുമെന്ന് കണക്കൂട്ടിട്ട് ഞാൻ ചോദിച്ചില്ല. ഭാര്യ ഭർത്താവ് ഇങ്ങനെയാവണം, ഇതാണ് ഭാര്യ, ഇതാണ് ഭർത്താവ്. പറഞ്ഞാ വിഷമിക്കൂന്ന് കണക്കൂട്ടിട്ട് പറഞ്ഞില്ല, ചോദിച്ചാ വിഷമിക്കൂന്ന് വെച്ചാൽ ഭർത്താവ് അങ്ങോട്ട് ചോദിച്ചില്ല. അതാണ് ഭാര്യ ഭർത്താവ്. അല്ലാഹു ആ കോലത്തിൽ നമ്മയാക്കി തെരുമാറാകട്ടെ. എന്നിട്ട് റഹ്മത്ത് ബീബിയോട് പറഞ്ഞു, നീ പറയണ പോലെ പോകാൻ തുനിഞ്ഞാൽ എങ്ങനെയാ പോവുക? നീ കൈകൊണ്ട് എന്റെ തല പൊക്കിയ തല അങ്ങനെ പൊങ്ങും, നീ കൈ വലിച്ചാൽ തല അങ്ങ് പോകും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റൂല. ഒരൊട്ടകവും ഒരാളും യാത്ര ചെയ്യാൻ തരൂല. അപ്പൊ റഹ്മത്ത് പറഞ്ഞു, ഒരുത്തന്റെ ഒട്ടകവും നമുക്ക് വേണ്ട പ്രവാചകരെ. പിന്നെ ഞാൻ നിങ്ങളെ എന്റെ മുതുകത്ത് ചുമന്നുകൊണ്ട് പോകും. റഹ്മത്തെ, അത് നിന്റെ ആവേശമാണ് നിന്നെ പറയിക്കണത്. എന്നെ എടുത്ത് മുതുകത്ത് ചുമന്നുകൊണ്ട് പോകാൻ തുടങ്ങിയാൽ കുറച്ചൊക്കെ നീ നടക്കും. പിന്നെ നിനക്ക് ഞാനൊരു ഭാരമാണെന്ന് തോന്നും. ഞാനൊരു ഭാരമാണെന്ന് നിനക്ക് തോന്നിയാൽ ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട. ഇല്ല നബിയെ, ഒരിക്കലും നിങ്ങൾ എനിക്കൊരു ഭാരമാണെന്ന് ഞാൻ തോന്നൂല, എനിക്ക് തോന്നൂല, നിങ്ങൾ സമ്മതിക്കണോ?
അപ്പൻ നബി പറഞ്ഞു, നിന്നെ ഞാൻ വിഷമിക്കണില്ല, നിനക്കതാണ് താല്പര്യമെങ്കിൽ നിനക്കെന്നെ കൊണ്ടുപോകാം, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ വിധി പോലെ വരുമെന്ന്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോകാൻ വേണ്ടി റഹ്മത്ത് ബിബി ഒരുങ്ങുന്ന ഒരു ഒരുക്കുണ്ട് ചരിത്രത്തിൽ. എന്തൊക്കെയാ യാത്രക്ക് കൊണ്ടുപോകേണ്ടത്? ടൂർ പോകുമ്പോൾ കൊണ്ടുപോകും സാധനങ്ങൾ. റഹ്മത്തി ടൂറിന് കൊണ്ടുപോയ സാധനം ചരിത്രത്തിൽ എണ്ണിപ്പിടിപ്പിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. 3 കഷ്ണം തുണി. 3 കഷ്ണം തുണി എന്തിനാണെന്നറിയോ? രോഗം പിടിച്ച ഭർത്താവിനെ കൊണ്ടുപോണത്. ഏതെങ്കിലും മരുപ്പറമ്പിലോ റോഡിന്റെ മേലെയോ തന്റെ ഭർത്താവ് മരിച്ചുപോയാൽ ആരാന്റെ വീട്ടിലേക്ക് കഫംപുടവക്ക് കയറിപ്പോകേണ്ട ഗതികേട് വരരുതെന്ന് കണക്ക് കൂട്ടിയിട്ട് ഭർത്താവിന് 3 കഷ്ണം തുണി ഒരുക്കി വെച്ചു. ആദ്യം പഴയ കാലത്ത് ഹജ്ജിന് പോകുമ്പോൾ ആൾക്കാർ ആദ്യം ഹജ്ജിന്റെ പെട്ടിയിലെടുത്ത് നിറക്കുന്ന സാധനം 3 കഷ്ണം തുണി. പെണ്ണുങ്ങളാകെ 3 കഷ്ണം തുണി നിസ്കാരക്കുപ്പായി കൊടുത്തു വെക്കൂ. മരിക്കാനുള്ള പോക്കാ, തിരിച്ചു വരരുത്, തിരിച്ചു വരില്ല എന്നൊരു വല്ലാത്ത വിശ്വാസത്തോടെയാണ് ആ കാലത്ത് ഹജ്ജിന് പോയത്. എന്നാൽ ഈ കാലത്ത് ഹജ്ജിന് പോണ പോക്ക് എങ്ങനെയാ? എയർപോർട്ടിൽ നിന്ന് ഒരു പെണ്ണുങ്ങളുടെ ബാഗ് പൊട്ടി. ഞാൻ യാത്രയാക്കാൻ പോയപ്പോ കണ്ട സാധനം അതിൻ്റെ അകത്ത് പുറത്തേക്ക് വന്ന് അരിപ്പൊടി, മല്ലിപ്പൊടി, തേങ്ങ, മിച്ചർ, ഹലുവ, കൂന്തി, ബിസ്ക്കറ്റ്, കേക്ക്. ഞാൻ ചോദിച്ചു, അല്ല ഉമ്മ ഹജ്ജിന് പോകുന്നല്ല അറഫയിൽ കച്ചവടത്തിന് പോകുന്നേ? എന്തെല്ലാം സാധനം! ഹജ്ജ് ത്യാഗമാണ്, ത്യാഗമാണ് ഹജ്ജ്. കുടിവെള്ളം കിട്ടാതെ സഫാ മറുവക്കടയിൽ ഓടിയ ഹാജറിന്റെ കഥ പറയുന്ന രംഗമാണ് ഹജ്ജ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു മരുപ്പറമ്പിൽ ഭാര്യ മകനെ കൊണ്ടിരുത്തിയിട്ട് തിരിച്ചുപോയ കർമ്മമാണ് ഹജ്ജ്. ആ ഹജ്ജിൽ നിന്ന് ഇവിടെ നിന്ന് കയറുക, അവിടെ ഇറങ്ങുക, ചെയ്യാ, തിരിച്ച് നല്ലോണം ബിരിയാണി അടിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരിക. അള്ളാഹു യഥാർത്ഥ ഹജ്ജ് ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇവിടെ നിങ്ങൾ ഈ വസ്ത്രം എടുത്തു വെച്ച് 3 കഷ്ണം തുണി, എന്നിട്ട് വെള്ളം കോരാൻ ഒരു പാത്രം, അതിന്റെ തുഞ്ചത്ത് കെട്ടാൻ ഒരു കയറ്, ഇതേ റഹ്മത്ത് കൊണ്ടുപോയിട്ടുള്ളൂ. അതൊരു തുണിക്കകത്ത് കെട്ടിയിട്ട് ബാണ്ടമാക്കി ചുമലിൽ തൂക്കിയിട്ട് സന്ധ്യക്ക് ശേഷം തന്റെ ഭർത്താവിനെ മറ്റൊരു തുണിയിൽ പൊതിഞ്ഞെടുത്തു ചുമലിലേക്ക്. അള്ളാഹുവിന്റെ നബി ചുമലിൽ വെച്ചിട്ട് ഇറങ്ങുമ്പോൾ നബി പറഞ്ഞു, റഹ്മത്തെ എന്റെ ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ടോ, എനിക്ക് അവരോട് യാത്ര പറയണം. കൊണ്ടുപോയി റഹ്മത്ത് ബിബി ബന്ധുക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കളുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് കാണുമ്പോ കൊട്ടിയടക്കപ്പെടുന്ന വാതിലുകൾക്ക് മുന്നിലേക്ക്, ഇനി നിങ്ങളെ ഞാൻ കൊണ്ടുപോകണോ? നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുപോയിക്കോളും. നബി പറഞ്ഞു, റഹ്മത്തെ ആരെങ്കിലും നാളെയോ മറ്റന്നാളോ എന്റെ വീട്ടിൽ വന്നാൽ, നമ്മുടെ വീട്ടിൽ വന്നാൽ, നമ്മൾ അവിടെ നിന്ന് ബീരുവായിട്ട് വർത്താനം പോലും പറയാണ്ട് യാത്ര ചോദിക്കാണ്ട് മുങ്ങിപ്പോയവരെന്ന ബീരുക്കൾ എന്ന് ഈ നാട്ടുകാരും ബന്ധുക്കളും പറയരുത്. അതുകൊണ്ടാണ് ഞാൻ യാത്ര പറയാൻ വന്നത്. എന്നെ കാണുമ്പോ വാതിലടച്ചാ പിന്നെ അവരോട് എന്ത് യാത്ര പറയാനുള്ളത്? നിനക്കെന്നെ കൊണ്ടുപോകാം. റഹ്മത്തൊന്ന് ഒരുങ്ങി കൂട്ടരെ. ചരിത്രത്തിൽ ഒരു ഭാര്യ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനാവില്ല. ഒരു ചരിത്രത്തിലും ഇതുപോലെ ഒരു ഭാര്യയില്ല. ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിലും ഒരുത്തരെയും എടുത്തു ചുമന്ന ഒരു ഭാര്യ ഇങ്ങനെയില്ല. ഒരു ഇതിഹാസങ്ങളിലും ഒരു പുരാണങ്ങളിലും ഇങ്ങനെ ഒരു ഭാര്യയില്ല. ഭാര്യ എന്ന മലയാള പദത്തിന് ശബ്ദധാരാവലി പോലെയുള്ള നിഘണ്ടുവിൽ അർത്ഥം കണ്ടുപിടിക്കാൻ അറിയുന്നവൻ അർത്ഥം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കൊരർത്ഥം കണ്ടെത്താൻ പറ്റും. എന്താണ് അർത്ഥം? ഭർത്താവിന്റെ ഭാരം ചുമക്കുന്നവൾ എന്നാണ് ഭാര്യ എന്ന മലയാള പദത്തിന്റെ മറ്റൊരു ആന്തരിക അർത്ഥം. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ ഒറ്റ ഭാര്യ ഉണ്ടാകും, ഒരു ഭാര്യ. അത് യൂസുഫ് നബിയുടെ മകന്റെ മകളായ റഹ്മത്ത് ബിബി എന്ന അയ്യൂബ് നബിയുടെ ഭാര്യയാകും. സ്വന്തം ഭർത്താവിനെ മുതുകിലേറ്റിട്ട് ഒരു രാത്രിക്ക് രാപ്രയാണത്തിന് തുടക്കം കുറിച്ച് റഹ്മത്ത് ബിബി എവിടേക്ക്? എല്ലാം അല്ലാഹുവിന് സമർപ്പിച്ചു പോയി. ചുമലിൽ അയ്യൂബ് നബിയെയും ചുമന്ന് നീങ്ങുന്നു പാവം സ്ത്രീ. ഭാണ്ഡക്കുറത്തിയപ്പോ താണ്ടി ബീബിയും രാത്രി. ചുമലിൽ അയ്യൂബ് നബിയെയും ചുമന്ന് നീങ്ങുന്നു പാവം സ്ത്രീ. താങ്ങിയെടുക്കാനായി തുണയൊന്നില്ല, നീങ്ങിക്കിടക്കാനായി തണലൊന്നില്ല. താങ്ങിയെടുക്കാനായി തുണയൊന്നില്ല, നീങ്ങിക്കിടക്കാനായി തണലൊന്നില്ല. സ്വന്തം ബന്ധുമിത്രാദികളും സ്വത്തും ഭവനവും പ്രാണികളും സകലം വെടിഞ്ഞു സഫറായി അകലം കൂടുന്ന വിധമായി. ഭാണ്ഡം പേറിയ കുറത്തിയപ്പോ താണ്ടി ബീബിയുമാരാത്രി. ചുമലിൽ അയ്യൂബ് നബിയെയും ചുമന്ന് നീങ്ങുന്നു പാവം
സ്ത്രീ. തന്റെ ഭർത്താവിനെ മുതുകിലേറ്റി ഒരു രാത്രി മുഴുവൻ റഹ്മത്ത് നടന്നു. ഡമസ്കസിന്റെ അതിർത്തി എവിടെ ആരംഭിക്കുന്നു എവിടെ അവസാനിക്കുന്നു തിരിച്ചറിയാൻ കഴിയാത്ത ഈജിപ്തിന്റെ രാജകുമാരിയായ പെണ്ണ് ഭർത്താവിന്റെ അടുത്ത് ഒരേ നടത്താണ് നേരം വെളുക്കുന്നവരെ നടന്നു. നേരം വെളുത്തപ്പോഴും ആ നാട്ടിൽ നിന്ന് വിട്ടുപോയിട്ടില്ലെങ്കിലോ നാട്ടുകാർ കൊന്നേക്കുമോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നടന്നു. പിന്നെ മരുഭൂമിയാണ് എത്തിയത്. ദിക്കറിയാത്ത മരുഭൂമിയിലൂടെ നടത്താൻ തുടങ്ങി. ഒരു സ്ഥലത്തും ഭർത്താവിന് ഇരുത്തിയില്ല. 2 കൊട്ടാരത്തിൽ ജീവിക്കാനും ജനിക്കാനും ഭാഗ്യം കിട്ടിയ റഹ്മത്ത് ബീബിക്ക് ചെരുപ്പില്ല കാലിൽ ധരിക്കാൻ എന്നതാണ് പച്ചയായ പരമാർത്ഥം. ചുട്ടുപൊള്ളുന്ന മണ്ണിന്റെ അകത്ത് കാല് വെച്ചു കാലിന്റെ അടിഭാഗം പൊള്ളി. ചുട്ടുപൊള്ളുന്ന മണ്ണെന്നൊരു പ്രാസംഗികന്റെ ആലങ്കാരിക ഭാഷയല്ലത്. ചുട്ടുപൊള്ളുന്ന മണ്ണിലേക്കൊന്ന് കാലെടുത്ത് വെച്ച നമുക്കറിയും. ഹജ്ജിനും ഉംറക്കൊക്കെ പോണവരല്ലേ നമ്മൾ. മക്കയുടെ മണ്ണിൽ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ ഒന്ന് കാലെടുത്ത് വെച്ച നമ്മൾ തിരിച്ചറിയും എന്താണ് ചുട്ടുപൊള്ളുന്ന മണ്ണെന്ന്. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ലോകത്തെ പ്രാസംഗികന്മാർ പ്രസംഗിച്ചത് എന്താണെന്ന് അവിടെ വെച്ച് നമുക്ക് മനസ്സിലാകും. അപ്പോ ആ മണ്ണിൽ വെച്ച കാല് പൊള്ളി, കാലിന്റെ അടിഭാഗത്തെ തോല് പോയി. റഹ്മത്തിന് നടക്കാനാവണില്ല. കേവലം ഒരു പുതിയ ചെരുപ്പിട്ട് അതിന്റെ ബാറ് കൊണ്ടിട്ട് ഒരു കാലിന്റെ എവിടെയെങ്കിലും ഒന്ന് പൊട്ടിയാൽ പിന്നെ നടക്കാൻ അറിയാതെ വാവിട്ട് ഹയ്യ ഹുയി എന്നെല്ലാം പറഞ്ഞ് നടക്കുന്ന പെണ്ണുങ്ങൾ ചിന്തിച്ചോ, നിങ്ങളെ പ്രതീകമാണ് റഹ്മത്ത് ബീബി. ഭർത്താവിനടുത്ത് നടന്നു. പിറ്റേന്ന് മഗ്‌രിബ് വരെ 24 മണിക്കൂർ നടന്നു ഭർത്താവിനടുത്ത്. പിന്നെ നടത്തത്തിന്റെ താളമൊക്കെ മാറി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. മരുഭൂമി ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി. നടന്നെത്തിയത് ഒരു കിണറിന്റെ അടുത്താണ്. ആ കിണറിന്റെ അടുത്ത് നബിയെ കൊണ്ട് ഇരുത്തിട്ട് റഹ്മത്ത് അപ്പുറത്തിരുന്നു. തളർന്ന് വീണു റഹ്മത്ത് അപ്പുറത്തെ, ബോധമില്ലാണ്ട്. റഹ്മത്ത് ബീബി ഇരുത്തിയ ഇരിപ്പിൽ നബിക്ക് നേരാൻ വേണ്ടി ഇരിക്കാൻ കഴിയില്ല. നബി അങ്ങനെ ചെരിഞ്ഞു വീണു. പക്ഷെ റഹ്മത്തിനെ വിളിച്ചില്ല. കാരണം തന്നെക്കാൾ ഇപ്പം വിഷമിക്കുന്നത് ഭാര്യയാണെന്ന് അറിയുന്ന നബി അങ്ങനെ തന്നെ കിടന്നു. കുറെ കഴിഞ്ഞ റഹ്മത്ത് കണ്ണു തുറന്നു. നോക്കുമ്പോൾ കാണുന്ന അള്ളാഹുവിന്റെ നബി കമഴ്ന്നടിച്ച് കിടക്കാണ്. ഓടി വന്നിട്ട് ചെരിച്ച് കിടത്തി നേരെ നെഞ്ചോട് ചേർത്ത് വെച്ചു. പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ റഹ്മത്ത് തളർന്നു പോയി, അതുകൊണ്ടാണോ? നബി പറഞ്ഞു, സാറില്ല മോളെ, കാരണം എന്നെക്കാൾ വലിയ ക്ഷീണത്തിലാപ്പ നീന്ന് എനിക്കറിയാം. അപ്പൊ പറഞ്ഞു, സൂര്യൻ അസ്തമിച്ച് കുറച്ചായിപ്പോയല്ലോ പ്രവാചകരെ, ഞാൻ ബോധമില്ലാണ്ട് കടന്നുപോയി, നോമ്പ് തുറക്കണ്ടേ നമുക്ക്? അയ്യോ നബി പറഞ്ഞു, വേണം, ഒന്നും എൻ്റെ കയ്യിലില്ല അള്ളാന്റെ പ്രവാചകരെ, ഉള്ളത് കിണറിന്റെ അടുത്താ, ഞാൻ കുറച്ച് പച്ചവെള്ളം കോരി തരട്ടെ എന്ന് വെച്ചു. അത് പറഞ്ഞ് റഹ്മത്ത് കരഞ്ഞുപോയി. അപ്പൊ നബി പറഞ്ഞു, നീ കരയണ്ട, ലോകത്ത് എത്ര ലക്ഷം ജനങ്ങൾ ശുദ്ധമായ കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അള്ളാഹു എത്തിച്ചത് അവന്റെ വെള്ളത്തിനെടുക്കലല്ലേ, നീ അത് കോരിയാ മതി എന്ന് പറഞ്ഞു. കുറച്ച് കോരി നബിയുടെ വായിൽ വെച്ച് കൊടുത്ത് നോമ്പ് ഉറപ്പിച്ചു. കുറച്ചെടുത്ത് താനും കുടിച്ചു. കൈയും മുഖമൊന്നും കഴുകി അല്പ ക്ഷീണം തീർത്ത് അവിടെ ഇരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് വല്ലാണ്ട് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ആ രാത്രിക്ക് മാരകമായ തണുപ്പ് അള്ളാഹു ഇറക്കി കളഞ്ഞു. വല്ലാത്ത തണുപ്പ്, കിട്ട പറക്കാൻ തുടങ്ങി നബിയും റഹ്മത്ത് ബേബിയും. ഒരർത്ഥത്തിൽ റഹ്മത്ത് ചിന്തിച്ചു പോയി, നേരം വെളുക്കുന്നവരെ ഇവിടെ ഇരുന്നാൽ നമ്മൾ രണ്ടാളും മരിച്ചു പോകും. നബിക്ക് സുഖമില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകനോട് റഹ്മത്ത് ബീബി പറഞ്ഞു, നബിയെ, മഞ്ഞു കൊള്ളാണ്ട് കിടക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. അവിടെ തന്നെ കിടത്തിട്ട് കുറച്ചങ്ങനെ നടന്നു നോക്കുമ്പോൾ ഒരു കട കണ്ടു. ഒരു കട കണ്ടപ്പോൾ തിരിച്ചോടി വന്നിട്ട് പറഞ്ഞു, അവിടെ ഒരു കടയുണ്ട്, അതിന്റെ തിണ്ണയിൽ പോയിട്ട് കിടക്കാൻ. കടത്തിണ്ണയിൽ കിടക്കാൻ, വരാന്തയിൽ കിടക്കാൻ. അയ്യൂബ് നബി വാരിയെടുത്ത് കടയുടെ വരാന്തയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ട്. ആ കടയുടെ വരാന്ത മുഴുവൻ യാചകന്മാരാണ്, ഭിക്ഷക്കാരാണ്. നിങ്ങൾ എന്തായാലും പറയാ, മേങ്ങികളോ? മേങ്ങുന്ന ആള് അതന്നെ. നീ എന്നെ നോക്കാൻ വേണ്ട, ഞാൻ അപ്പോ ഈ ടീം കിടക്കുന്ന സ്ഥലം, അവിടെ കിടക്കാൻ സ്ഥലമില്ല. റഹ്മത്ത് ഇങ്ങനെ നോക്കി, നബിയുടെ കയ്യിലേ തളർന്നിട്ടുള്ളത്, കാല് നിലത്ത് വെക്കാൻ പറ്റൂല, തോലില്ല കാലിന്റെ അടിയില്. അങ്ങനെ അവസാനം ഒരു മരക്കഷ്ണങ്ങൾ കൂടി സ്ഥലം അതങ്ങോട്ട് തള്ളി നീക്കി നബി അവിടെ മെല്ലെ ഒന്ന് കിടത്തി. എന്നിട്ട് അവിടെ റഹ്മത്ത് ഇരുന്നു. ഒരാൾക്ക് കിടക്കാൻ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഇരുന്നപ്പോ അള്ളാന്റെ നബിയുടെ ഭാഗത്തൊരു വല്ലാത്ത ദുർഗന്ധം പുറത്തേക്ക് വന്നു, ഒരു വല്ലാത്ത നാറ്റം. അത് എന്തിനാണെന്ന് നബി എന്നെ പിന്നെ പറഞ്ഞിട്ടില്ല, അവിടുത്തെ അത് പറയാം, സമയമില്ല. എന്നാലും ഇത് എപ്പോ അവസാനിപ്പിക്കണം? തീർന്നിട്ട് അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ പണ്ടൊരാൾ പറഞ്ഞു, മരിക്കുന്നവരെ എനിക്ക് ദീർഘായുസ്സ് തരണേ അല്ലാഹ്. പിന്നെ എല്ലാവർക്കും പിന്നെ മരിക്കുന്നവരെ അല്ല അല്ലാഹ് കൊടുക്കല്. അതുപോലെ തീരുന്നവരെ പറയാം നമുക്ക്. അപ്പോ അതുപോലെ റഹ്മത്ത് ബീബി ഇരിക്കുമ്പോൾ നബിയുടെ ഭാഗത്ത് നാറ്റം വന്നപ്പോ ഈ കിടന്നുറങ്ങുന്ന ടീമിൽ എണീക്കാൻ തുടങ്ങി. ഓരോരുത്തരും എഴുന്നേറ്റ് കൊണ്ട് ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, ആരാടാ? അപ്പൊ ഒരുത്തൻ പറഞ്ഞു, നമ്മളൊന്നും അല്ലടാ, ആ പെണ്ണൊരു സാധനം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് വെച്ചപ്പെടാൻ നാറ്റം തുടങ്ങി. ഇവർ എഴുന്നേറ്റു, എവണ്ണേ എന്താ അവിടെ കൊണ്ടുവച്ചത്? അപ്പൊ പറഞ്ഞത് എന്റെ ഭർത്താവാണ്. നാറിന്റെ ഭർത്താവോ? എടി, മനസമാധാനത്തോടെ കടന്നുറങ്ങിയില്ലെങ്കിൽ രാവിലെ പണിപ്പോകാൻ പറ്റൂല. എന്താ പണി? തണ്ടല്. പണ്ട് തെണ്ടികൾ ജമാഅത്താര് ദ്വാരങ്ങൾ, പടച്ചോനെ ഈ തെണ്ടുന്ന പണിയെങ്ങാനും നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മളെല്ലാം തെണ്ടിപ്പോവുകയും. അങ്ങനെയല്ലേ ഇപ്പോഴത്തെ പണി. അതുപോലത്തെ കഥയാ. ഞങ്ങൾക്ക് ജോലിക്ക് പോകണമെങ്കിലേ ചെയ്യണം. എഴുന്നേക്കുന്നു. റഹ്മത്ത് പറഞ്ഞു, പുറത്ത് ഭയങ്കര തണുപ്പാണ്, മഞ്ഞാണ്, എന്റെ ഭർത്താവിന് സുഖമില്ല, കൊണ്ടുപോയാൽ, ഈ മഞ്ഞിൽ കൊണ്ടുപോയാൽ മരിച്ചു പോകും. അപ്പൊ കുറെ ആൾ എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ്. അപ്പൊ ചില ആൾക്കാർ വിളിച്ചു പറഞ്ഞു, ഏയ് നാറ്റൊന്നും ഇല്ലടാ, കിടക്കടാന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞോനോട് ഈ എഴുന്നേറ്റ് വന്നു പറഞ്ഞു, മുണ്ടാണ്ട് കിടന്നോണോ,
നമുക്ക് അടിച്ച് ഇന്റെ നാറാനിലെ മൂക്കില്ലാണ്ടാക്കും. പിന്നെ ആ കാക്കൊന്നും മിണ്ടിയില്ല. റഹ്മത്തിന്റെ അടുത്ത് ഇവർ ചുറ്റും നിന്ന് എന്നിട്ട് പറഞ്ഞു എടുക്കടി പൊക്കടി പൊക്കി കൊണ്ടുപോ. ആ കൂട്ടത്തിൽ കുറച്ച് മനസാക്ഷിയിൽ ഒരുത്തം പറഞ്ഞ മോളെ നീ ഇവര് മർദ്ദിച്ചളിയൂ, നീ എന്റെ ഭർത്താവിനെ എടുക്ക്. അപ്പോൾ റഹ്മത്ത് കരഞ്ഞോണ്ട് അയാളോട് പറഞ്ഞു പുറത്ത് നല്ല മഞ്ഞാണ്, എന്റെ ഭർത്താവിനെ കൂടെ ഞാൻ എങ്ങോട്ടാ പോവുക, ഈ തണുപ്പത്ത് പോയാൽ ഇത് മരിച്ചു പോകും, കുറച്ച് സമയം സഹിച്ചൂടെ, നിങ്ങൾക്ക് ചില മണിക്കൂർ അങ്ങ് സഹിച്ചൂടെ. അയാൾ പറഞ്ഞു മോളൊരു കാര്യം ചെയ്യ്, ഈ മരുഭൂമിയിലൂടെ നടന്നാലേ അവിടെ ഒരു പാറുണ്ട്, ആ പാറന്റെ ഉള്ളൊരു ഗുഹ ഉണ്ട്, അവിടെ എന്റെ ഭർത്താവിനെ കൊണ്ട് കിടത്തിക്കോ, മഞ്ഞു കൊള്ളില്ലാന്ന്. അത് പറഞ്ഞപ്പോ റഹ്മത്ത് താങ്ങിയെടുത്തു. എടുക്കുമ്പോ റഹ്മത്തിനറിയാൻ നബി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. നബിയുടെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരാൻ. ആ സമയത്ത് കണ്ണുനീരുമെല്ലാം തുടച്ചു മാറ്റിയിട്ട് പറഞ്ഞു റഹ്മത്ത് നബി പറഞ്ഞു കരയേണ്ട പ്രവാചകരെ, അള്ളാഹുവിന്റെ വിധി ഓർത്ത് സഹിക്കാൻ നിങ്ങൾക്ക് ഞാനില്ലേ, നമുക്ക് അള്ളയില്ലേ, ഞാൻ കൊണ്ടുപോകും നിങ്ങളെ. എടുത്തു കൊണ്ടുപോയി ഈ മരുഭൂമി താണ്ടിയിട്ട് നിലത്ത് വെക്കാൻ പാകമാകാത്ത കാലുമായി വല്ലാത്ത മുടന്തി റഹ്മത്ത് നബി പാറയുടെ ചോട്ടിൽ കൊണ്ടുപോയി അല്ലാഹുവിന്റെ നബിയെ കടത്തിയിട്ട് ചോദിച്ചു പ്രവാചകരെ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചു. ആരും വെറുക്കുന്ന ഗന്ധം ആട്ടിയിറക്കുന്ന ബന്ധം, ആരും വെറുക്കുന്ന ഗന്ധം ആട്ടിയിറക്കുന്ന ബന്ധം, നിലയില്ലാതെ വിലയില്ലാതെ പ്രാണനാഥ പ്രാർത്ഥിക്കില്ലേ, ഈ രോഗത്തിനറുതി വരില്ലേ. ആരും വെറുക്കുന്ന ഗന്ധം ആട്ടിയിറക്കുന്ന ബന്ധം, നിലയില്ലാതെ വിലയില്ലാതെ പ്രാണനാഥ പ്രാർത്ഥിക്കില്ലേ, ഈ രോഗത്തിനറുതി വരില്ലേ. സഖിയേ റഹ്മത്തെ നീ എന്നെ ഒഴിവാക്കൂ, സുഖമായി കഴിഞ്ഞിടാ, തിരികെ നീ പോകൂ. അങ്ങെന്താണ് ചൊല്ലുന്നേ, എന്റെ കൽബ് പിടയ്ക്കുന്നേ, അറിയാതെ എന്റെ പെൺബുദ്ധി ചൊല്ലിയതിൽ ക്ഷമിക്കില്ലേ. ഈ രോഗം തരും സ്വർഗം ചേരുന്നോ എൻ മാർഗം, പ്രിയനില്ലാതെ ഞാനില്ല മണ്ണിൽ, പ്രിയയില്ലാതെ ഞാനുണ്ടോ മണ്ണിൽ. റഹ്മത്ത് പറഞ്ഞു നബിയെ തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം, രോഗം മാറാൻ നിങ്ങൾ ദ്വാരക്കുറാണ് എനിക്കറിയാം, പക്ഷെ ഒരു നാറ്റമുണ്ടെന്ന് നാട്ടുകാർ പറയും, അത് പോകാനൊന്ന് ദ്വാ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കടത്തിന്റെ ആ പീടിന്റെ കോലായിലെങ്കിലും കിടന്നോടി വെച്ചു. അപ്പൊ നബി പറഞ്ഞു നീ പറയുന്നത് നാറ്റം പോകാൻ ദ്വാരുന്ന പുഴക്കൊലായി കിടക്കാണ്, രോഗം പോകാൻ ദ്വാരുന്നാൽ അള്ളാഹു രോഗം മാറ്റും, ആ നാട്ടിൽ തന്നെ പോയി കിടന്നൂടെ. പക്ഷെ എല്ലാം ഞാൻ സഹിക്കാൻ ക്ഷമിക്കാൻ തീരുമാനിച്ചു റഹ്മത്തെ, ഇത് ലോക ചരിത്രത്തിന് ഒരു പാഠമാക്കി മാറ്റും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബി അള്ളാൻ റസൂലിന്റെ സഹാബത്തിനോട് ചോദിച്ചു ക്ഷമ നിങ്ങൾക്ക് പഠിക്കണോ. ആരാ ചോദിക്കണത്? ലോകത്തെ ഏറ്റവും വലിയ ക്ഷമ കൊണ്ട് ലോകത്തെ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമ നിങ്ങൾക്ക് പഠിക്കണോ. സഹാബത്ത് പറഞ്ഞു യാ റസൂലല്ലാഹ്, എന്നാ നിങ്ങൾ പഠിച്ചോളൂ, അയ്യൂബ് നബിയുടെ ചരിത്രം പഠിച്ചോന്ന്. ക്ഷമ നിങ്ങൾക്ക് പഠിക്കണം, അയ്യൂബ് നബിനെ ഒന്ന് പഠിച്ചോന്ന്. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ആ ക്ഷമ. എന്നിട്ട് പറയാണ് ഞാൻ സഹിക്കാൻ തീരുമാനിച്ചു. പിന്നെ നാറ്റം എനിക്ക് ആറുന്നുണ്ടോ എന്ന് വെച്ചു. റഹ്മത്ത് പറഞ്ഞില്ല. പറഞ്ഞു നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചാ എന്താ? എടി റഹ്മത്തെ, ഈ നാറ്റം അള്ളാഹു എന്റെ ഭാഗത്ത് നിന്ന് അടുപ്പിക്കണ ആർക്കാന്നറിയോ? അള്ള വെറുത്തോൻ അള്ളാനെ വെറുത്തോൻ, അള്ള വെറുത്തോൻ അള്ളാഹുവിനെ വെറുത്തവൻ. അവർ തൽക്കാലം എന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരു നാറ്റം കിട്ടും, അവർ പോയി കളിയും. പിന്നെ എന്റെ ഒരു സുഗന്ധം അവർക്ക് കിട്ടാറുണ്ട് ചില ആൾക്ക്. അള്ള പൊരുത്തപ്പെട്ട ആള്, അള്ളാനെ പൊരുത്തപ്പെട്ട ആള്, അങ്ങനെ ഉണ്ടല്ലോ റളിയല്ലാഹു അൻഹും വറദ്വാൻഹും. അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ അടുക്കലേക്ക് വരും, അവർക്കൊരു നുബുവത്തിന്റെ സ്വർഗത്തിന്റെ മണം കിട്ടും.
അപ്പൊ നീ ഇന്നലെ ആ എടുക്കുമ്പോ കണ്ടില്ലേ ചില ആള് നാട്ടില്ല എന്ന് പറഞ്ഞ് അവർ കുറച്ച് അള്ളാനെ പേടിയുള്ള മനുഷ്യന്മാരാ, ബാക്കി ആ വന്നവർ ദുഷ്ടന്മാരാ. അപ്പോ ദുഷ്ടന്മാർ എൻ്റെ അടുത്തേക്ക് വരൂല, അള്ളാഹുവിനെ പേടിയുള്ളവർ എൻ്റെ അടുത്തേക്ക് വരും. ഇങ്ങനെ രണ്ട് കൂട്ടരെ യാത്രയിൽ നിനക്ക് കണ്ടുപിടിക്കാൻ ഇനിയും ബാക്കിയുണ്ടെന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ റഹ്മത്തിന് സമാധാനായി. നേരം വെളുപ്പിച്ചു, ആ പാറപ്പുറത്തിരുന്നിട്ട് നേരം വെളുത്തപ്പോ റഹ്മത്ത് ബി അയ്യൂബിനെ വെച്ച് നടക്കണില്ലേ എന്റെ നബി, ഇന്നലത്തെ നടത്തം കുറച്ച് അധികമായി പോയി എനിക്ക് തോന്നുന്നത്, തീരെ പറ്റുന്നില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ റഹ്മത്ത് വെച്ചു, നോമ്പുറക്കണ്ടേ? നബി പറഞ്ഞു ഇത്ര പെട്ടെന്ന് രാത്രിയായ? അല്ല നബിയെ, ഭക്ഷണം എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ലല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തേ? ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് വിഷമാവോ? റഹ്മത്ത് വെച്ച് എന്താ? അയ്യോ വെച്ചു എന്തേ പറ. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് വിഷമാവോ? നീ കാര്യം പറ. ഇവിടെ ഒരു പുരണ്ട്, വീട്, ഞാൻ അവിടെ പോട്ടെ. അപ്പൊ നബി ഒന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു, നീ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, നീയും തുടങ്ങിയോ യാചിക്കാൻ? നബിയെ യാചിക്കാനല്ല, ആ വീട്ടിൽ പോയിട്ട് അവിടുത്തെ എന്തെങ്കിലും ജോലി ചെയ്ത് കൊടുത്തിട്ട് കൂലിയായിട്ട് പൈസ ഒന്നും വേണ്ട, കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ട് വരട്ടെ നോമ്പുറക്കാൻ. സത്യത്തിൽ ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു നബി ഇത് ഞെട്ടീന്നാണ്. കാരണം ഭർത്താവാണല്ലോ ഭാര്യക്ക് ചെലവ് കൊടുക്കേണ്ടത്. ഇവിടെ റഹ്മത്ത് പറയണത് ഞാൻ ആ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്യട്ടെ. രണ്ട് കൊട്ടാരത്തിൽ ജീവിച്ച പെണ്ണാ പറയണത്, ആരാ എന്റെ വീട്ടിലോട്ടൊന്ന് പോട്ടെ, ജോലി ചെയ്യട്ടെ, കിട്ടിയ കൂലി വേണ്ട, പൈസ വേണ്ട, കുറച്ച് ഭക്ഷണം വാങ്ങി വരാം. അപ്പൊ നബി ചിന്തിച്ചു, എന്റെ ഭാര്യക്ക് കുറച്ച് ഭക്ഷണം കിട്ടണം, കാരണം ഇല്ലെങ്കിൽ അവളെ നടന്നു എന്നെ എടുത്ത് നടന്നു പോകാൻ ആളുടെ ഉള്ളിലേ. റഹ്മത്ത് ചിന്തിക്കണത് എന്റെ കാര്യം പോട്ടെ, നബിക്ക് കുറച്ച് ഭക്ഷണം കിട്ടണം, മൂപ്പര് സുഖമില്ലാത്ത ആളാണ്. ഭാര്യക്ക് കിട്ടണമെന്ന് ഭർത്താവ്, ഭർത്താവ് കിട്ടണമെന്ന് ഭാര്യ. അതാണ് ഭാര്യ ഭർത്താവ്. ഈ കാര്യത്തിൽ എന്ത് കുറ്റം പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾ നമ്മൾ സമ്മതിച്ചേ പറ്റും. അതുകൊണ്ടാണ് കൂട്ടരെ ചിക്കൻ ഫ്രൈ ആക്കിയാൽ 4 കാലും കെട്ടിയോര്. ചിക്കന് 4 കാലുണ്ടോ എന്നുള്ള സംശയം വേണ്ട, 2 ചിക്കനാണ്. ഇനി അതിനെ മസാലൊക്കെ പരക്കാൻ നടന്നേക്കല്ല. അപ്പൊ ഈ ആൺകുട്ടിയൊക്കെല്ലാം നല്ലത് കൊടുക്കുക. ഈ പെൺകുട്ടിയൊക്കെ ഉമ്മമാർ കൊടുക്കുന്നത് ആ കോയിന്റെ ഇങ്ങനത്തെ ഒരു സെല്ലില്ല, ആയിക്കൊണ്ട് പോയി പോലത്തെ ഒരു ബെൻഡ് അത് കൊടുക്കും, അങ്ങനെ കൊടുക്കാം. അപ്പൊ പെണ്ണുക്ക് അങ്ങനെ താറുണ്ട്. അപ്പൊ റഹ്മത്ത് ബി ചിന്തിക്കുന്നു അയ്യൂബ് നബി കിട്ടണം, അയ്യൂബ് നബി റഹ്മത്തിന് കിട്ടണം. 2 പേര് കൂടി ആലോചിച്ചിരിക്കുമ്പോൾ റഹ്മത്ത് ബിയുടെ അയ്യൂബ് നബി പറഞ്ഞു, നീ ജോലിക്ക് പോയിക്കോ, പക്ഷെ ഒരു ഷർത്തുണ്ട്, ജോലി ചെയ്യാണ്ട് ആരുടെ ഒരു സാധനം വാങ്ങാൻ പാടില്ല. ആയിക്കോട്ടെ. റഹ്മത്ത് പോയി ആ വലിയ വീട്ടിന്റെ മുറ്റത്ത് പോയിട്ട് 4 വാങ്ങണം നോക്കി, ആരും കാണുന്നില്ല. മെല്ലെ അകത്തേക്ക് നോക്കി വിളിച്ചു, ഇവിടെ ആരും ഇല്ലേ? മണിമന്ദിരത്തിന്റെ വാതിൽക്കൽ ചെന്നു മറുപടി കേട്ടപ്പോൾ നന്ദി പറഞ്ഞു. മണിമന്ദിരത്തിന്റെ വാതിൽക്കൽ ചെന്നു പണിയുണ്ടോ വീട്ടിലായെന്ന് തിരഞ്ഞു. മുതലാളി പെണ്ണവൾ അരികത്ത് വന്നു, മറുപടി കേട്ടപ്പോൾ നന്ദി പറഞ്ഞു. വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ അകത്തുനിന്ന് ഒരു പെണ്ണുങ്ങൾ പുറത്തിറങ്ങി, അലാഖിന്റെ ഒരു പെണ്ണുങ്ങൾ ഇറങ്ങി. എന്താന്ന് വെച്ചു, ഉമ്മ ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? ഇവിടെ ആ പണിയുണ്ട്. എന്താ കൂലി? റഹ്മത്ത് പറഞ്ഞു, കൂലിയൊന്നും വേണ്ട, മുനിസിപ്പാലിറ്റിന്ന് വരുന്നതാ. അല്ലമ്മ, കുറച്ച് ഭക്ഷണം തന്നാ മതി. ഭക്ഷണം തന്നാൽ എല്ലാ പണിയും എടുക്കോ? ഹലാലായ പണിയെല്ലാം എടുക്കുന്നു. എന്നാ അങ്ങോട്ട് കൂടിക്കോന്നു ബാന്ന് കേറ്റി അടുക്കളയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇത് കംപ്ലീറ്റിന്റെ പണിയാണ്. എന്താ അടുക്കളയിൽ പണി എന്നറിയോ? ഈ ഹലാക്കിന്റെ തള്ള തിന്നാന്നല്ലാണ്ട് തിന്നതും വെച്ചതും പാത്രം കഴുകൂല. അതിങ്ങനെ എപ്പം ആളെ കിട്ടുമ്പോൾ കഴിപ്പിക്കല. അതിങ്ങനെ ലൈനോക്കി വെച്ചിട്ടുണ്ട്, ബോട്ട് ചെയ്യാൻ നിർത്തിയ പോലെ. എന്നിട്ട് പറഞ്ഞിട്ട് കംപ്ലീറ്റ് കഴുകുന്നു. നോമ്പ് നോക്കി റഹ്മത്ത് ബിബി നോമ്പ് നോക്കാണ്ട് തിന്ന ഈ പെണ്ണുങ്ങളുടെ പാത്രം കംപ്ലീറ്റ് പെറുക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. തിരിച്ചാ വെള്ളം വരാതെ കാലാകൂട്ടരെ ആഴമുള്ള കിണറിന് വെള്ളം വലിച്ചിട്ട് പാത്രം കഴുകാൻ ഒരാഴ്ച മുമ്പ് വെച്ച ചട്ടിയിൽ അങ്ങോട്ട് ഇറക്കുമ്പോ ചട്ടി ഇങ്ങോട്ട് ഇറക്കും. നമ്മള് പെണ്ണുങ്ങൾ നമ്മൾ സമ്മതിക്കണം. മെല്ലെ പറയും, എന്തായാലും അവിടെ കേൾക്കുമല്ലേ, സമ്മതിക്കണോ? രാത്രി കറി വെച്ച കുക്കറിൽ വെള്ളം ഒഴിച്ച് വെക്കും, രാവിലെ കുക്കർ കണ്ടിനാ? കണ്ടിട്ടില്ല. അതിൽ വെച്ചത് കിക്കറാക്കീനാ? അത് നല്ലോണം ആക്കീനല്ലേ? അതടിച്ചു കയറ്റി. എന്റെ കൂട്ടര് ഇടക്കിടക്ക് ഒന്ന് കുക്കറെല്ലാം കൈ കൊടുക്കണം, പെണ്ണുങ്ങൾക്ക് അത് സഹായിക്കണം. എന്താ നമ്മളെ ഭർത്താവാ, വലിയ ഭർത്താവൊന്നാകണ്ട. പണ്ട് വളരെ മുമ്പ് പെണ്ണുങ്ങൾ പോയിട്ട് ഒരു ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം എന്താ ഭാര്യ പറയണത്? എന്റെ ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് വേറെ പണിയില്ല. പാത്രം കഴുകൽ എന്റെ ഭർത്താവാ, വിരിപ്പ് വിരിക്കൽ എന്റെ ഭർത്താവാ, ഭക്ഷണം പാകം ചെയ്യൽ എന്റെ ഭർത്താവാ, വിറക് ശേഖരിക്കലും എന്റെ ഭർത്താവാ. ഏതാണ് ഈ ഭർത്താവ്? ആരാണ് ഈ ഭാര്യ? ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ഭാര്യയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആയിഷ സിദ്ദീഖയുടെ ഭർത്താവ് ആരാണ്? ലോക ഗുരു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള ചെയ്യുന്ന പണിയാ പറഞ്ഞു കൊടുക്കുന്നത് ഭാര്യ. എന്റെ ഭർത്താവിന്റെ വീട്ടിലെങ്ങനെ ഒരു പണിയിൽ എന്നെ സഹായിക്കുന്ന പറഞ്ഞ പാത്രം കോരും റസൂലുള്ള, അടിച്ചുവാരും റസൂലുള്ള, വിരിപ്പ് വിരിക്കും റസൂലുള്ള, വിറക് ശേഖരിക്കും റസൂലുള്ള, ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കും റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അഭിപ്രായം നമ്മള് അതുകൊണ്ട് കുക്കറെല്ലാം ഒന്ന് കൈ കൊടുക്കണം. ഇപ്പൊ പെണ്ണുങ്ങൾ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ടായില്ലേ, എന്നാ ഇന്ന് പരിപാടിക്ക് വരുമ്പോ വെച്ച ചട്ടിയുണ്ട് കൂട്ടരെ പുരക്കിങ്ങനെ വലത് കിടക്കുന്നത്. ഇന്ന് ഓരോരുത്തർ 10:30 മണി 11 മണിയാകുമ്പോൾ മുണ്ടും തലി കെട്ടി വരക്കുന്നതാണ്. ചില ആള് പള്ളിയിൽ കിടക്കും, ആരെല്ലാം നോക്കിക്കൊള്ളാം കമ്മിറ്റിക്കാർ. പള്ളിയിൽ കിടക്കും, ചില ആൾ പുരയിൽ പോകാൻ പഠിച്ചിട്ട്. പെണ്ണുങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാവും, ചട്ടി ഇന്ന് കുറേ ആള് പോകും, ഉറപ്പ്. കഴിക്കണം പെണ്ണുങ്ങളെ, നമുക്കൊന്നും നേരമില്ല സമാധാനല്ലേ. അപ്പോ റഹ്മത്ത് ബി ഒരച്ചൊക്കെ കഴുകി എല്ലാം കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിട്ട് കയ്യും കാലൊക്കെ തോർത്തിട്ട് ചോദിച്ചു, ഉമ്മ ഞാൻ പോയിക്കോട്ടെ വെച്ചാൽ കുറച്ച് ഭക്ഷണം കിട്ടണം, അത് കൂലിയാണല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ ഞാട്ടിൽ നമ്മളെ മുറ്റടിച്ചു വരുന്നു. നോമ്പ് നോക്കിയ റഹ്മത്ത് ബീബി മുറ്റത്തിറങ്ങി ചൂലുമായിട്ട് മുറ്റടിച്ച് വരുമ്പോ ഇങ്ങനെ കണ്ണിന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട്. വിഷമിച്ചിട്ടല്ല, ഭർത്താവ് അവിടെ ഒറ്റക്കാണ്, മൂപ്പർക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടോ, ഞാനിവിടെ പണിയിലാണല്ലോ, സങ്കടത്തിൽ ഇങ്ങനെ അടിച്ചു പാർമി. പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ചിന്തിച്ച് നല്ല മോളാട്ടോ, കള്ളപ്പണിയൊന്നുമില്ല, അല്ല ഹൈറായ പണിയാ. ഇവിടെ പിടിച്ച് ഇവിടെ നിർത്തിയാല് എനിക്ക് പണിയൊന്നും എടുക്കണ്ട, ഭക്ഷണം കുറച്ച് കൊടുത്താൽ ഇവിടെ ഇങ്ങനെ പണിയെടുക്കും, എനിക്കിങ്ങനെ തിന്നാ. അത് കണക്കൂട്ടിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, ഈ ഇനി എവിടെയും പോണ്ട, ഇവിടെ കുടിക്കോ, എനിക്ക് വേറെ ആരും ഇല്ലല്ലോ എന്നുള്ള വർത്താനം കണ്ട് കേട്ടപ്പോ ഒരാളുണ്ടല്ലോ, ആ വേദന കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ചൂലെടുത്ത് ഇങ്ങനെ കുത്തിയിട്ട് പറഞ്ഞു, ഉമ്മ അങ്ങനെ പറയല്ലോ ഉമ്മ. ഭർത്താവും ഞാനും തനിച്ചു കഴിയും, ഭക്ഷണം കിട്ടാൻ ജോലി ഞാൻ ചെയ്യും. വൈകോളം നിൽക്കാൻ എനിക്കു പറ്റില്ല, വേണമെങ്കിൽ നാളെ വരാൻ മടിക്കില്ല. ഭർത്താവും ഞാനും തനിച്ചു കഴിയും, ഭക്ഷണം കിട്ടാൻ ജോലി ഞാൻ ചെയ്യും. വൈകോളം നിൽക്കാൻ എനിക്കു പറ്റില്ല, വേണമെങ്കിൽ നാളെ വരാൻ മടിക്കില്ല. നല്ല ത്വാമവൾ നൽകിയും പിന്നെ നാളെ വരുവാനായി തന്നെ പറഞ്ഞേ. റഹ്മത്ത് ബീബിക്ക് സന്തോഷം തന്നെ, റാഹത്താൽ നബിയുടെ ചാരത്ത് ചെന്നേ. റഹ്മത്ത് ബീബി ഉമ്മാനോട് പറഞ്ഞു, അങ്ങനെ പറയലുമ്മ, എനിക്കൊരാളുണ്ട് സുഖമില്ലാണ്ട് കിടക്കാണ് പാറിന്റെ ചോട്ടിൽ, അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് വന്നത്. ഈ ഒരു പണി കഴിഞ്ഞിട്ട് എന്നെ വിടണം, എന്ത് പണി ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് രാവിലെ വന്നിട്ട് ബാക്കി ഞാൻ ചെയ്തുതരാം. പെണ്ണ് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. റഹ്മത്ത് മുറ്റടിച്ച് കയറി നിൽക്കുമ്പോൾ വലിയൊരു പാത്രം നിറച്ചും ഭക്ഷണം എടുത്ത് വെച്ചിട്ട് റഹ്മത്ത് ചോദിച്ചത് മൊത്തത്തിൽ ഉണ്ടാക്കിയതായിരിക്കും, കുറച്ച് എനിക്ക് തരുന്ന. ഈ പെണ്ണുങ്ങളൊന്നും മിണ്ടുന്നില്ല. റഹ്മത്ത് പറഞ്ഞു, ഉമ്മ ഞാൻ പോയിക്കോട്ടെ, പോയിക്കോന്ന് പറഞ്ഞു. കുറച്ച് ഭക്ഷണം അത് എനിക്ക് എടുത്ത് വെച്ചതാ, അത് ഫുള്ള് കൊണ്ടുപോടുന്നു. ഈ വലിയ പാത്രം നിറച്ചും ഭക്ഷണം കണ്ടപ്പോ റഹ്മത്ത് ഞെട്ടി, യാ റബ്ബേ ഇത് ഫുള്ളാ. നമ്മൾ ഞെട്ടു, നമ്മൾ കണ്ടാ പറയൂ, യാ അല്ലാഹ് ഇത് ഇത്ര. നമ്മക്കത്ര പോരല്ല. റഹ്മത്ത് ഞെട്ടിയിട്ട് പറഞ്ഞു, ഉമ്മ ഇത് വേണ്ട, എന്റെ ഭർത്താവ് കുറച്ചേ കഴിക്കൂ, ഞാനും കുറച്ചേ കഴിക്കൂ, ഇത് ഫുള്ളുകൊണ്ട് എറിഞ്ഞാലും പറ്റൂല, എന്റെ ഭർത്താവ് വല്ലാണ്ട് പറയൂ. പെണ്ണുങ്ങൾ കൊടുത്തില്ല, എടുക്ക് കൊണ്ടുപോയി, ഇതെങ്ങനെയെങ്കിലും പഴയ ഭക്ഷണം അത് തീർന്നു കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പെണ്ണുങ്ങൾ ഒരുത്തം കൊണ്ടുപോയിട്ട് ഒരു പെണ്ണുങ്ങളോട് ചോദിച്ചോലു, ഉമ്മ ഞാൻ അജ്മീറിലേക്ക് പോകുന്ന ആളാണ്, നേർച്ചയാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നേ കൊടുത്തേക്കാന്ന് കൂട്ടി. പെണ്ണുങ്ങളാക്കിന്റെ ബളിലെ പെണ്ണുങ്ങളാ. അജ്മീറിലേക്ക് പോകുന്ന ഒരാളെ നോക്കിയിട്ട് എത്ര ദിവസമായി ഞാൻ നടക്കുന്നത്, ഇവ വിചാരിച്ച് കോളടിച്ചു പോയി, അടുക്കളയിൽ കൊണ്ടുപോയി പറഞ്ഞു, ഇത് അജ്മീറിലേക്ക് നേർച്ചയാക്കി എന്ന് എടുക്കുന്നുണ്ട്, കല്ലിന്റെ ഇത്രയുള്ള അമ്മി കുടുങ്ങി. ഇവ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, നീ പോയേ പറ്റൂ, ടിക്കറ്റ് ഞാൻ എടുത്തരാറ്. അമ്മയെടുത്ത് ഓൻ്റെ തലയിൽ വെച്ചു, ഓൻ്റെ അജ്മീർ പോക്ക് മുട്ടിപ്പോയി, ഓൻ്റെ പൂതി മാറിപ്പോയി. അങ്ങനെ പല തട്ടിപ്പോകാൻ വരാൻ. അതുപോലെ ഇതൊന്നും ഒഴിവായി കിട്ടണം എന്നാ പെണ്ണുങ്ങളാണ് പഴയ ഭക്ഷണം. റഹ്മത്ത് ചിന്തിച്ച്, പടച്ചോൻ ഇതുകൊണ്ട് ഞാൻ പോയിട്ട് എന്താ കാര്യം. പിന്നെ മെല്ലെ ചിന്തിച്ചു, ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാം എന്തോന്ന് തോന്നി. ഭക്ഷണം ഫുള്ളായിട്ട് എടുത്ത് നബിയുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് സലാം പറഞ്ഞു. ആ സലാം കേട്ടപ്പോൾ നബി പറഞ്ഞു, റഹ്മത്ത് തളർന്നു പോയല്ലേ. സാരല്ല നബിയെ, ദുനിയാവിൽ തളർന്നാലല്ലേ ആഖിറത്തിൽ വിശ്രമിക്കാൻ പറ്റൂ. ചിന്തിച്ചു നോക്കിയിട്ട് ആ വാക്ക്, ദുനിയാവിൽ തളർന്നാലല്ലേ ആഖിറത്തിൽ വിശ്രമിക്കാൻ പറ്റൂ. അല്ലാഹു ആഖിറത്തിലാക്കി തരട്ടെ. എന്നിട്ട് റഹ്മത്ത് ബീബി പറഞ്ഞു, നബി വെച്ചു, ജോലി കിട്ടിയോ? ജോലി കിട്ടി. ഭക്ഷണം കിട്ടി എൻ്റെ നബിയെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ രണ്ടാളും മരിക്കോളം തിന്നാലും തീരൂല പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ എന്തിനത് ഫുള്ള് കൊണ്ടുവന്നേ, എനിക്കറിയാലോ എന്നെയും നിന്നെയോ, ഭക്ഷണം എറിഞ്ഞു കളഞ്ഞാൽ അള്ളാനോട് മറുപടി പറയേണ്ടി വരൂലേ. അപ്പൊ നബിക്ക് തോന്നി റഹ്മത്തിനൊന്ന് പരിശോധിക്കാം. ഭാര്യമാരെ ഇടക്കിടക്ക് പരിശോധിക്കൽ നല്ലതാ ഭർത്താക്കന്മാരെ, കൊള്ളൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഡോക്ടറെ നമ്മളെ പരിശോധിക്കുന്ന പോലെ ആക്കരുത്.
റഹ്മത്ത് നബിയോട് അയ്യൂബ് നബി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, കുറച്ചാട് എടുത്തു നോക്ക്, നമുക്ക് കണക്കായിട്ട് ബാക്കി ആ പീഡന്റെ കോലായിൽ കിടക്കുന്ന ഒരു ടീമില്ലേ, നമ്മളെ കിടക്കാൻ വിടാണ്ട് അടിച്ച് ഓടിച്ച ടീം, ഓർക്ക് കൊടുക്കാറുണ്ട്. സാധാരണ ഒരു പെണ്ണാങ്ക് എന്താ മറുപടി അറിയാം, കൊടുക്കും, കൊടുത്തതാ ഓർമ്മ ഉണ്ടാവും, ഞാൻ നെയ്ച്ചിട്ട് ഭക്ഷണം കൊണ്ടുവിടണം, കിടക്കാൻ വിടാത്ത ടീമിന് കാലിലെടുത്ത് ഏറ് കൊടുക്കും, ഇന്നലെ നിങ്ങൾ ഉണ്ടായിട്ടെന്ന് പറയില്ലേ. അവിടെയാണ് റഹ്മത്ത് വ്യത്യസ്തമാക്കുന്നത്, അവിടെയാണ് റഹ്മത്ത് നബിനെ കുറിച്ച് പഠിക്കേണ്ടത്. റഹ്മത്ത് എന്താ പറഞ്ഞറിയോ, നബിയെ ഇത് മുഴുവൻ നമുക്ക് വേണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനിത് കൊണ്ടെന്ന് എന്തിനാണെന്നറിയോ, ആ പാവങ്ങൾക്കും ഇത് കൊണ്ടു കൊടുത്തേക്കാന്ന് കണക്കൂട്ടിയിട്ടാ, ഇതിന്റെ ഒരു ഓഹരി അവർക്കും കൊടുക്കാന്ന് വെച്ചിട്ടാ ഞാൻ കൊണ്ടുവന്നത്. അപ്പോഴാണ് നബി പറഞ്ഞൊരു വാക്കുണ്ട്, ചരിത്രത്തിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചുപോയി ഞാൻ. എന്താ നബി പറഞ്ഞത്? അള്ളാഹു വല്ലാണ്ട് കരുണ ചെയ്യുന്നവനാണ്, അള്ളാഹു എനിക്ക് 2 റഹ്മത്ത് നൽകി, അള്ളാഹു എനിക്ക് 2 റഹ്മത്ത് നൽകി. എന്താ റഹ്മത്ത്? ഒന്നെന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാക്കിയത് അള്ളാഹു എന്നോട് കാണിച്ച കാരുണ്യമാണ്, അള്ളാഹു എന്നോട് കാണിച്ച കാരുണ്യമാണ്, റഹ്മത്താണ്. രണ്ടാമത്തെ റഹ്മത്ത്, നിന്നെ എനിക്ക് ഭാര്യയായി കിട്ടിയത് അള്ളാഹു എന്നോട് കാണിച്ച റഹ്മത്താണ്. ചിന്തിച്ചോ നമുക്കില്ല ഓരോന്ന്. അതെന്നാ സാധനം? റഹ്മത്താ, ബർക്കത്താ, ഹെൽമറ്റാ, ബെൽബറ്റാ? ആരോട് ഉത്തരം പറയണ്ട, അനുഭവിച്ച് തീർത്തോളുക. ചില ആളെ ലീടിയിരിക്കുന്ന കഥാപ്രസംഗം നന്നായിട്ടല്ല, അവിടെ പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളുണ്ട്. അപ്പോ റഹ്മത്ത് നബി തുള്ളിക്കളിക്കല്ലേ ഇത്. ഭർത്താവ് തന്നെ ഒന്ന് പ്രശംസിച്ചപ്പോ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് റഹ്മത്ത് കുത്തിയിരുന്നു. എന്നിട്ട് നബിക്ക് പച്ചവെള്ളം കൊടുത്ത് നോമ്പുറപ്പിച്ചിട്ട് ചോദിച്ചു, ഭക്ഷണം തരണേ. ഭക്ഷണം ഇപ്പം വേണ്ട, പാവങ്ങൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു. അയ്യൂനൊക്കെ കുറച്ച് എടുത്തു വെച്ച് റഹ്മത്ത് ഇത് കൊടുത്ത് പോവാണ്. പോകുമ്പോ ഈ കൗമ് വീടിന്റെ കോലായിന്ന് കണ്ട് ഒരുത്തം പറഞ്ഞിട്ട്, ഇന്നത്തെ ഉറക്കം പോക്കാ പെണ്ണതാ എടുത്തിട്ട് വരുന്നു ഭർത്താവിന്. മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അങ്ങോട്ട് തന്നെ കൊണ്ടോ. റഹ്മത്ത് പറഞ്ഞ ഭർത്താവല്ല ഭക്ഷണ. എന്നാ ക്ഷണം കൊണ്ടാന്ന് കൊണ്ടുപോയി കൊടുത്തപ്പോ ഈ കൗമ് ചാടി എഴുന്നേറ്റ് ഭാര്യ തിന്നാൻ തുടങ്ങി. കയ്യൊന്നും കയ്യില്ല. അവരെ പറയാൻ നമുക്കുണ്ടാ, നമുക്ക് കഴിയുന്ന പരിപാടി. മംഗളത്തിന് പോയിട്ട് ഓരോരുത്തർ തിന്നുന്ന അടിച്ചിട്ട് തിന്നു കഴിഞ്ഞിട്ട് കയ്യുന്ന സ്ഥലവും പരിധിയിട്ടൊരു പോക്കുണ്ട്. കാരണം ഓനറിയില്ല, ഓൻ ആദ്യം കയ്യാലല്ലേ സ്ഥലം അറിയാം. പിന്നെ ചില ആൾ പോകുമ്പോൾ ഓന്റെ ബേക്ക് പോകും, ആടി തന്നെയാന്ന് വിചാരിച്ചിട്ട് ഓന്റെ ഒരേ പോകുന്നതായിരിക്കും. ഇവൻ ഓന്റെ ഒര വരെ പോയി തിരിച്ചു. ഇത് കൈ കഴുകി സുന്നത്താക്കി റസൂലുള്ള, കൈ ഒന്ന് കഴുകണോ. പിന്നെ ചില ആൾക്കാർ നിർബന്ധമായിട്ട് കൈ കണ്ട ആളുണ്ട്, ഓർ പോയിട്ടൊന്നും പോകില്ല, കുടിക്കാൻ കൊണ്ട് വെച്ച ജഗ്ഗും വെള്ളം എടുത്തിട്ട് കസേലിന്റെ അടിയിൽ കുണുകുണുവാക്കുമല്ല. അങ്ങനത്തെ കുറെ ആളുണ്ട് നമ്മളെ കൂട്ടത്തിൽ. കൈ കഴുകാണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഒരു രസകരമായ പരിപാടി ഉണ്ടായിരുന്നു. ഒരു പള്ളിക്ക് ഗേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഥാപ്രസംഗം വെച്ച്. പള്ളിക്ക് ഗേറ്റ് ഉണ്ടാക്കാനുള്ള കഥാപ്രസംഗം, നല്ല മതിലെല്ലാം കിട്ടി, ഗേറ്റ് ഇല്ല. ആ കഥാപ്രസംഗം വെച്ച് സ്ഥലവും ഞാൻ പറയില്ല. സമാപനത്തിന് എല്ലാവിധങ്ങളുണ്ട്. ആ കഥാപ്രസംഗം എല്ലാം കഴിച്ച് ചീരണിയുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞത് ജീരണി 200 കൊടുത്തത് ഇല്ല ഉസ്താദ്, ഗേറ്റിന്റെ അടുത്ത് കൊടുക്കാറ്. അവിടെ ഇറങ്ങിപ്പോന്നു ജനങ്ങളങ്ങാട്ട് അടിച്ച് കയറി മതിൽ പൊളിച്ചു കളഞ്ഞു. ഗേറ്റിന് വേണ്ടിയിട്ടാണ് കഥാപ്രസംഗം വെച്ചിന്. പിറ്റേന്ന് മതിലും ഗേറ്റും ആക്കേണ്ടി വന്നു. ചോറ് കണ്ട ഇങ്ങനെ ഒരു മനുഷ്യന്മാരാ അജലത്താ. ചീരണി നല്ല തന്നെ ബർക്കത്തിന്റെ, അത് കിട്ടുമ്പോ വാങ്ങിയാ പോരെ. മതിലും ഗേറ്റും പൊളിച്ചിട്ട് ചോറ് വാങ്ങാനാ. തങ്ങളോട് ഞാൻ പറഞ്ഞു, തങ്ങളെ അടുത്ത കാലത്തൊക്കെ 4 ദിവസത്തെ പരിപാടി ഉറപ്പായി. കാരണം അത് മാറ്റിക്കെട്ടണല്ല. അപ്പോ അതുപോലത്തെ കഥയാണ്. ഈ കൗം എഴുതേറ്റ് അടിച്ച് കയറ്റി പാത്രം കാണാം. മുസാഫിരിങ്ങൾക്ക് പണ്ട് പെണ്ണുങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് 2 മുസാഫിരി ഇരുന്ന് തിന്ന് ആകെ 5-6-10 പെണ്ണുങ്ങൾ പാവങ്ങളാച്ച് കൊടുത്തതാ. അപ്പൊ ഒരുത്തനിങ്ങനെ തുടച്ച് നക്കുന്ന പ്ലേറ്റ്. അപ്പൊ മറ്റോ പറഞ്ഞു, ശരിക്ക് തുടച്ചോടാ, കായബം കയ്യ കൂലിയിട്ടു തരുന്നു. ഇത് പറഞ്ഞപ്പോ ഈ പെണ്ണുങ്ങളാകെ വേജാറായിട്ടല്ലോ, ഒന്നെങ്കിലും ബാക്കിയുണ്ട് തിന്നാന്ന് വിചാരിച്ചതാ. ഇത് കേട്ടപ്പോ പെണ്ണുങ്ങൾ ആകെ വേജാറായി. പെണ്ണുങ്ങളകത്ത് ഒരു ചട്ടി എടുത്തിട്ട് കൊണ്ടു കൊടുത്ത് മറ്റോനോട് പറഞ്ഞു, നീയും തലോണം തുടച്ച് നാക്കും, മദീന കയ്യ കൂലിയും കളയണ്ടെന്ന് പറഞ്ഞു. ഐക്കടിക്കൊട്ടുന്നു. അതുപോലെ ഈ അടിച്ചിങ്ങനെ തുടച്ച് വെച്ച് ചാമ്പി. റഹ്മത്ത് പറഞ്ഞ പാത്രം തിന്നേക്കല്ല, അതാണ് കൊടുക്കണ്ട. പാത്രം തിരിച്ചു കൊടുത്ത് അതാ കിണറിന്റെ അടുത്ത് പോയി വെള്ളം വരച്ച് പാത്രം കഴിയും. അയ്യൂബ് നബിയുടെ അടുക്കൽ കൊണ്ടുവച്ച് ഭക്ഷണം കൊടുത്ത് നേരം വെളുപ്പിച്ചു.